നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം യുദ്ധത്തിന്റെ പരിണാമം. ഇതിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ധർമ്മയുദ്ധം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. പാഠപുസ്തകത്തിന്റെ ആദ്യത്തെ ഖണ്ഡികയിൽ എന്താണ് ധർമ്മയുദ്ധം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകത്തിന്റെ ഒന്നാമത്തെ ഖണ്ഡിക നോക്കാം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വച്ച് നടന്ന ഭാരതയുദ്ധം തുടങ്ങുമ്പോൾ രണ്ടു ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വരഥങ്ങളിൽ ഇരിക്കുന്നവർ ആ നിലയിൽ ഉള്ളവരോടെ എതിർക്കാവൂ. കാലാൾ കാലാളോടും അണിവിട്ടുപോയവനെ കൊല്ലരുത്. വയോവീര്യ ഉത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചിരിക്കുന്നവരോടും അരുത്. മറ്റൊരാളോട് നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞോടുന്നവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധച്ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയൊന്നും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണം എന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. ധർമ്മയുദ്ധത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യമായിട്ട് പറയുന്നത്, തുല്യ നിലയിലുള്ളവരോടെ യുദ്ധം ചെയ്യാവൂ. കാലാളോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന ആളുകൾ ആനപ്പുറത്തിരിക്കുന്ന മറ്റ് ആളുകളോടെ യുദ്ധം ചെയ്യാവൂ. അതുപോലെ തന്നെ കുതിരയെ ഉപയോഗിക്കുന്നവർ, രഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഓരോരുത്തരും സമാന നിലയിലുള്ളവരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. അപ്പോൾ ഇതാണ് ധർമ്മയുദ്ധത്തിന്റെ ഒരു രീതി, ഒരു നിയമം. തുല്യ നിലയിലുള്ളവരോടെ യുദ്ധം ചെയ്യാവൂ. രണ്ടാമത്തെ കാര്യം, വയോവീര്യ ഉത്സാഹങ്ങളിൽ വയസ്സിന് മൂത്തവരോട്, നല്ല വീരന്മാരോട്, ഇങ്ങനെയുള്ളവരോടൊക്കെ പറഞ്ഞറിയിച്ചിട്ടേ യുദ്ധം ചെയ്യാവൂ. അതായത് എതിരാളിയെ പോരിന് വിളിച്ച ശേഷം വേണം അവരോട് യുദ്ധം ചെയ്യാൻ. ഓർക്കാപ്പുറത്ത് പോയി ഒരുത്തിനെയും ആക്രമിക്കരുത് എന്നുള്ളതാണ് ധർമ്മയുദ്ധത്തിന്റെ മറ്റൊരു നിയമം. ഇത് കൂടാതെ യുദ്ധത്തിനിടയിൽ പലരുടെയും വാളുകളോ അമ്പും വില്ലുമോ രഥത്തിന്റെ ചക്രങ്ങളോ ഇതെല്ലാം മുറിഞ്ഞു പോയേക്കാം, തെറിച്ചു പോയേക്കാം, ഇങ്ങനെ ആയുധമില്ലാതെ വന്നേക്കാം. ഇങ്ങനെയുള്ളവരെയൊന്നും കീഴ്പ്പെടുത്താൻ പാടില്ല. കാരണം കയ്യിൽ ആയുധമില്ലാത്തവനെ കീഴ്പ്പെടുത്താൻ ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ധർമ്മയുദ്ധത്തിൽ തുല്യ നിലയിൽ നിൽക്കുന്നവരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. എളുപ്പത്തിൽ ജയിക്കേണ്ട ഒന്നല്ല ധർമ്മയുദ്ധം. എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കേണ്ടതാണ് ധർമ്മയുദ്ധം. ആർക്കാണോ മികവുള്ളത്, ആരാണോ മികച്ചത്, അവനാണ് ജയിക്കേണ്ടത്. എൻ്റെ ശത്രു പ്രബലനല്ല, അവൻ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് എളുപ്പം ജയിക്കാം എന്നുള്ള ആ ഒരു ചിന്ത ധർമ്മയുദ്ധത്തിൽ പാടില്ല. പിന്നെ സൂതന്മാരെ ഉപദ്രവിക്കരുത്. അപ്പോൾ സൂതന്മാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ പുറകിലിരുന്ന്, തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്ക് പിന്നെ തേര് ഓടിക്കാൻ ആരാണ് ഉണ്ടാവുക? അതുകൊണ്ട് സൂതന്മാരെ ഒരു നിലയ്ക്കും ഉപദ്രവിക്കരുത്. മാത്രവുമല്ല, രാജാക്കന്മാർ, രാജകുമാരന്മാർ എല്ലാവരും തേർ യുദ്ധത്തിലാണ് ഏർപ്പെടുക. ഇത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, യുദ്ധ നിയമമാണ് ഒരാളെ പുറകിൽ നിന്ന് വധിക്കരുത് എന്നുള്ളത്. ഒരാളുടെ പുറകിൽ നിന്നുകൊണ്ട് അയാളെ വധിക്കരുത്. അയാളുടെ മുൻപിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ആക്രമിക്കാം. അപ്പോൾ പുറകിൽ നിന്ന് ഒരാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ വധിക്കാനോ സാധിക്കില്ല. രാജാക്കന്മാർ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ രാജാക്കന്മാർ തിരഞ്ഞെടുക്കുന്നത് തേർ യുദ്ധമാണ്. തേർ യുദ്ധം ഒരു തേരിന്റെ, രാജാവിരുന്ന തേരിന്റെ മുൻപിലും രണ്ട് വശങ്ങളിലും ഓരോ തേരുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ രാജാവിന്റെ തേര് കൂടാതെ 3 തേര് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ചുറ്റിനും ഉണ്ടാകും. ഇങ്ങനെ 3 തേര് ചുറ്റുമുള്ളപ്പോൾ രാജാവിന് അത്ര പെട്ടെന്നൊന്നും അപകടം, മരണം സംഭവിക്കില്ല. ഈ 3 പേരെയും കീഴ്പ്പെടുത്തിയ ശേഷമേ രാജാവിൻ്റെ നേർക്ക് ആയുധം ഉപയോഗിക്കാൻ, അദ്ദേഹത്തെ വധിക്കാനൊക്കെ എതിരാളിക്ക് സാധിക്കും. അപ്പോൾ രാജാക്കന്മാർ, രാജകുമാരന്മാർ എല്ലാവരും ഏർപ്പെടുന്നത് തേർ യുദ്ധമാണ്. മഹാഭാരതത്തിലാണെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, യുധിഷ്ഠിരൻ ഏറ്റവും മികവ് കാട്ടിയിരുന്നത് തേർ യുദ്ധത്തിലായിരുന്നു. യുധിഷ്ഠിരനാണ് ഭാവിയിലുള്ള പാണ്ഡവ രാജാവാകാൻ പോകുന്നത്. നമ്മൾ ധർമ്മയുദ്ധത്തിന്റെ ഏതാനും
നിയമങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് സ്വന്തം നിലയിലുള്ളവരോടേ എതിരിടാവൂ. രണ്ടാമത് പറഞ്ഞത് വയസ്സും വീര്യവും നോക്കിയിട്ട് വേണം നമ്മൾ ഒരാളോട് യുദ്ധം ചെയ്യാനായിട്ട്. പിന്നിൽ നിന്നും ആക്രമിക്കരുത്. മുറിവേറ്റവനെ, ആയുധം പോയവനെ, സൂതന്മാരെ, ആയുധ ചുമട്ടുകാരെ ഇവരെയൊന്നും ആക്രമിക്കാൻ പാടുള്ളതല്ല. എതിരാളിയുടെ ബലഹീനത മുതലെടുക്കുകയല്ല ധർമ്മയുദ്ധം, നമ്മുടെ മികവ് കൊണ്ട് ജയിക്കണം. എതിരാളിയുടെ ബലഹീനത നോക്കി അയാളെ കീഴ്പ്പെടുത്തി ജയിക്കുന്നതല്ല ധർമ്മയുദ്ധത്തിന്റെ രീതി. സ്വന്തം മികവ് കൊണ്ട് എതിരാളിയെ തോൽപ്പിച്ച് വിജയിക്കണം. ഇതാണ് ധർമ്മയുദ്ധം എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് പാണ്ഡവർ നേടിയ വിജയത്തെ എന്തുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണമാരാർ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിന് എതിരായിട്ടാണ്. ഒടുക്കം ദുര്യോധനനെയും അങ്ങനെ വല്ലപാടും നേടിയ പാണ്ഡവർ സന്ധിക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. ഇവിടെ പറയുന്നത് പാണ്ഡവർ നേടിയ വിജയം അവർ വല്ല വിധേനയും ജയിച്ചു എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. ഇതിന്റെ കാരണം പാണ്ഡവർ കൗരവരിൽ പല മഹാരഥന്മാരെയും ചതിയിലൂടെയാണ് കൊന്നത്. ആദ്യമായി ഭീഷ്മർ അംബയുടെ ജീവിതം തകർത്തതിന്, അല്ലെങ്കിൽ ഭീഷ്മർ മൂലം അംബയുടെ ജീവിതം തകർന്നതിന് അംബ പ്രതികാരം ചെയ്യുന്നതാണ്. ഭീഷ്മരുടെ ഘാതകനായിട്ട് അംബ ജനിക്കുന്നു. ഇതനുസരിച്ച് ദ്രുപദ മഹാരാജാവിന്റെ മൂത്ത മകനായിട്ട് അംബ ശിഖണ്ഡിയായിട്ട് ജനിക്കുന്നു. ദ്രുപദ മഹാരാജാവ് എന്ന് വെച്ചാൽ ദ്രൗപദിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും പിതാവ്. ദ്രൗപദിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും പിതാവായ ദ്രുപദ മഹാരാജാവിന്റെ മൂത്ത പുത്രനായിട്ട്, അല്ലെങ്കിൽ പുത്രൻ എന്നോ പുത്രി എന്നോ വിശേഷിപ്പിക്കാൻ പറ്റാത്ത, ആണും പെണ്ണുമല്ലാത്ത ശിഖണ്ഡിയായിട്ട് അംബ അവതാരം എടുക്കുന്നു. അവർക്ക് താഴെ, ശിഖണ്ഡിക്ക് താഴെയുള്ള 2 മക്കളാണ് ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും. ഭീഷ്മരെ വധിക്കുക എന്നതാണ് ശിഖണ്ഡിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ശിഖണ്ഡി അർജുനന്റെ തേരിൽ കയറി അർജുനന്റെ മുൻപിൽ നിൽക്കുകയാണ്. പക്ഷെ ഭീഷ്മരുമായി നേരിടാനായിട്ട് ശിഖണ്ഡിയുടെ തേര് ഭീഷ്മരുടെ തേരിന് എതിരെ വന്നപ്പോൾ ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു: ആണും പെണ്ണുമല്ലാത്ത ഒരുത്തനെ യുദ്ധത്തിൽ ഞാൻ നേരിടുകയില്ല, ആണും പെണ്ണുമല്ലാത്തവനോട് ഞാൻ ആയുധമെടുക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തേരിൽ തൻ്റെ ആയുധങ്ങൾ വെച്ചു. ഈ സമയത്ത് ശിഖണ്ഡിയെ മാറ്റിക്കൊണ്ട് അർജുനൻ ഭീഷ്മരെ എയ്ത് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഭീഷ്മർ അർജുനന്റെ അമ്പുകളാലാണ് മരിക്കുന്നത്. പക്ഷേ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷ്മരെ നിരായുധനാക്കി തീർത്തതിന് ശേഷമാണ് അർജുനൻ അദ്ദേഹത്തെ അമ്പെയ്ത് വീഴ്ത്തുന്നത്. ഇത് കൗരവ പക്ഷത്തെ ഏറ്റവും വലിയ മഹാരഥനായിരുന്ന ഭീഷ്മരുടെ കഥയാണ്. ഭീഷ്മർ തനിയെ പറയുന്നുണ്ട്: ഞാൻ ഒറ്റയ്ക്ക് 1 മാസം കൊണ്ട് ഈ പാണ്ഡവരെയും അവരുടെ സൈന്യത്തെയും ഞാൻ ഒറ്റയ്ക്ക് പോരാടുകയാണെങ്കിലും 1 മാസം കൊണ്ട് ഞാൻ ഈ പാണ്ഡവ സൈന്യത്തെ ഞാൻ തോൽപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്ന, മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഇനി രണ്ടാമത് ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ പാണ്ഡവർക്ക് ഒരിക്കലും വിജയം നേടാൻ സാധിക്കില്ല. അത്ര പ്രബലനായ ഒരു വ്യക്തിയാണ് ദ്രോണാചാര്യർ. പരശുരാമന്റെ കയ്യിൽ നിന്ന് ധനുർവേദം മുഴുവൻ സ്വീകരിച്ച, ആ ധനുർവേദം മുഴുവനും കൈക്കൊണ്ട ഒരു വ്യക്തിയാണ് ദ്രോണാചാര്യർ. അദ്ദേഹത്തോട് കിടപിടിക്കാൻ പറ്റിയ ഒരു പോരാളി പാണ്ഡവരിലും കൗരവരിലും അന്നുണ്ടായിരുന്ന പോരാളികളിലും ഇല്ല. അപ്പോൾ യുദ്ധം നടക്കുന്ന ദിവസം രാവിലെ തന്നെ കൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് മൂത്തപുത്രനായ, പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ ഭീഷ്മരെയും ദ്രോണാചാര്യരെയും എല്ലാം ചെന്ന് കാണുന്നുണ്ട്. കണ്ട് അവരുടെ അനുവാദവും അനുഗ്രഹവും മേടിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പാണ്ഡവരും കൗരവരും 2 പക്ഷത്തു നിന്ന് മുഖത്തോട് മുഖം നിന്ന് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ പോലും തൻ്റെ ശത്രു സൈന്യത്തിലാണ് ഭീഷ്മരും ദ്രോണരും. എങ്കിലും ആദ്യമേ തന്നെ, അന്ന് പ്രഭാതത്തിൽ തന്നെ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യുധിഷ്ഠിരൻ പോയി ഭീഷ്മരോടും
ദ്രോണരോടുമെല്ലാം അനുഗ്രഹവും അനുവാദവും വാങ്ങുന്നു. ആ സമയത്ത് ദ്രോണാചാര്യർ പറയുന്ന ഒരു വാക്കുണ്ട്, നീ വന്നതുകൊണ്ട് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. അദ്ദേഹം പറഞ്ഞു, വിജയം എപ്പോഴും കൃഷ്ണന്റെ പക്ഷത്തായിരിക്കും. കൃഷ്ണൻ ഏത് പക്ഷത്ത് നിലകൊള്ളുന്നുവോ ആ പക്ഷത്തായിരിക്കും വിജയം. കാരണം കൃഷ്ണൻ നീതിയുള്ളവനാണ്, നീതി കൃഷ്ണന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ആ പക്ഷത്തിന് വിജയം ഉണ്ടാകും. പിന്നെ അർജുനനോട് പറയണം, ഞാൻ എതിർഭാഗത്തുണ്ട് എന്ന് കരുതി നീ യുദ്ധത്തിൽ ഉഴപ്പരുത്. നീ എന്നെ ഗുരുനാഥനാണല്ലോ, എന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ, എനിക്ക് നേരെ അമ്പ് തൊടുക്കുന്നത് എങ്ങനെ എന്നെല്ലാം ഓർത്ത് വിഷമിക്കരുത്. യുദ്ധമാണ്, യുദ്ധത്തിന്റെ ധർമ്മം. യുദ്ധസമയത്ത് ഇത് ആചാര്യനാണോ, കൂട്ടുകാരനാണോ, സതീർത്ഥ്യനാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് യുദ്ധസമയത്ത് എതിർഭാഗത്ത് നിൽക്കുന്ന ആളുടെ ബന്ധം നോക്കാതെ തന്നെ യുദ്ധം ചെയ്യണം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, ഞാൻ യുദ്ധത്തിൽ തകരണമെങ്കിൽ അശുഭമായ ഒരു വാർത്ത കേൾക്കണം. അശുഭമായ വാർത്ത കേട്ടാൽ മാത്രമേ ഞാൻ യുദ്ധത്തിൽ തകരുകയുള്ളൂ. ഞാൻ തകർന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കൂ. ദ്രോണാചാര്യർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. കൃഷ്ണൻ പറഞ്ഞു, ദ്രോണാചാര്യരെ വീഴ്ത്താതെ നമുക്ക് മുന്നേറാൻ സാധിക്കില്ല. പാണ്ഡവ സൈന്യത്തിന് മുന്നേറണമെങ്കിൽ ദ്രോണാചാര്യരെ വീഴ്ത്താതെ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു അശ്വത്ഥമാവെന്ന് പേരുള്ള ഒരു ആനയ്ക്ക് അല്ലെങ്കിൽ അശ്വത്ഥമാവ് എന്ന് പേര് നൽകി അവർ. എന്നിട്ട് പതുക്കെ അവരൊരു വാർത്ത പരത്തി, അശ്വത്ഥമാവ് മരിച്ചു. ദ്രോണാചാര്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ അശ്വത്ഥമാവ് മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം, ഇനി എന്തിനാണ് താൻ ജീവിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇനി യുദ്ധം, താൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്, എല്ലാം ഈ മകനെ പ്രതിയാണ് അദ്ദേഹം സഹിച്ചതും എല്ലാം. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ആ മകന് വേണ്ടിയിട്ടായിരുന്നു. ഇതറിഞ്ഞ അദ്ദേഹം തേർത്തടത്തിൽ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ തേർത്തടത്തിലേക്ക് കുഴഞ്ഞു വീണ ദ്രോണാചാര്യനെ ദൃഷ്ടദ്യുമ്നൻ തേരിലേക്ക് ചാടിക്കയറി അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടി വധിക്കുകയാണ് ചെയ്തത്. ഇവിടെ പൂർവ്വ കഥകൾ രണ്ടെണ്ണമുണ്ട്. ഒന്ന്, ദ്രോണാചാര്യർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സതീർത്ഥ്യനായിരുന്ന ദ്രുപദനോട് തൻ്റെ കഷ്ടകാല സമയത്ത് ദ്രുപദനോട് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ച് ദ്രുപദൻ്റെ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ എനിക്കും നിനക്കും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ച് ദ്രുപദൻ അദ്ദേഹത്തെ പരിഹസിച്ചു. അന്ന് ദ്രോണാചാര്യർ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നീട് ഹസ്തിനപുരത്തിൽ ചെന്ന് ധാരാളം ശിഷ്യന്മാരെ സമ്പാദിച്ചു. ശിഷ്യന്മാരോട് ഗുരുദക്ഷിണയായിട്ട് എനിക്ക് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അർജുനൻ ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായിട്ട് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. ആ സമയത്ത് ഒരു കരാറിലേർപ്പെട്ട് അവർ പാഞ്ചാല രാജ്യം രണ്ടായി പകുത്തു. പകുതി ദ്രോണാചാര്യരും പകുതി ദ്രുപദനും എടുത്തു. ഇങ്ങനെ പകുത്തെടുത്തത് കൊണ്ട് ദ്രുപദന്റെ പാതി രാജ്യം പോയി. രക്ഷ, അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി, പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ പകുതി പോയി. ഈ ഒരു സംഭവം മുൻനിർത്തി അദ്ദേഹം പ്രാർത്ഥിച്ച് നേടിയ മകനാണ് ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ തന്നെ ദ്രോണരെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ജനിച്ചത്. ദ്രോണരെ വധിക്കാൻ വേണ്ടി ദ്രുപദൻ പ്രാർത്ഥിച്ച് നേടിയ മകനാണ് ദൃഷ്ടദ്യുമ്നൻ. ഒടുവിൽ ദൃഷ്ടദ്യുമ്നന്റെ കൈകൊണ്ട് തന്നെ ദ്രോണാചാര്യർ മരിക്കുന്നു. ഇവിടെ അശ്വത്ഥമാവ് എന്ന ഒരു ആന, അശ്വത്ഥമാവെന്ന് പേരിട്ട ഒരു ആനയെ വധിച്ചപ്പോൾ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. മഹാഭാരതത്തിലെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ, അശ്വത്ഥമാവ് എന്ന ആനയെ വധിച്ചപ്പോൾ തങ്ങൾ ചെയ്തത് ഒരു നുണയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി യുധിഷ്ഠിരൻ ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്. അശ്വത്ഥമാ നാമ ഹരായ കുഞ്ചിര. കുഞ്ചിര എന്ന് വെച്ചാൽ ആന. അശ്വത്ഥമാവ് എന്ന് പേരുള്ള ആന കൊല്ലപ്പെട്ടു. ഇതിൽ ആന എന്ന ഒരു വാക്ക് മാത്രം യുധിഷ്ഠിരൻ വളരെ പതുക്കെയാണ് പറഞ്ഞത്, ആരും കേൾക്കാത്ത വിധത്തിൽ. പക്ഷെ അദ്ദേഹം വായുകൊണ്ട് പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് നുണയാണോ? അല്ല. കേട്ടവരെന്താണ് കേട്ടത്? അശ്വത്ഥമാവ് മരിച്ചു എന്ന ആനയാണ്, അശ്വത്ഥമാവ് എന്ന ആനയാണ് എന്ന കാര്യം മാത്രം യുധിഷ്ഠിരൻ വളരെ പതുക്കെ സ്വരം താഴ്ത്തി പറഞ്ഞു. എന്നാൽ ദ്രോണാചാര്യൻ കേട്ടത് അശ്വത്ഥമാവ് മരിച്ചു, തൻ്റെ മകൻ മരിച്ചുപോയി, ഇനി എന്തിനു ജീവിക്കണം? അദ്ദേഹം അമ്പും വില്ലും തീർത്ഥടത്തിലിട്ടു. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ദൃഷ്ടദ്യുമ്നൻ തേരിലേക്ക് ചാടിക്കയറി ദ്രോണാചാര്യരെ കഴുത്തറുത്ത് വെട്ടിക്കൊന്നു കളഞ്ഞു. ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പഠിക്കാനുണ്ട്. പാണ്ഡവ ശിബിരത്തിൽ കയറി പാണ്ഡവരുടെ മക്കളെയും പാഞ്ചാലരെയും വധിക്കുന്ന സമയത്ത് അശ്വത്ഥമാവ് ആദ്യം ചെന്നത് ദൃഷ്ടദ്യുമ്നന്റെ കുടീരത്തിലേക്കാണ്, പടകുടീരത്തിലേക്ക്.
ദൃഷ്ടദ്യുമ്നൻ പടകുടീരത്തിൽ വെള്ള വിരിച്ച കിടക്കയിൽ നറുമണം പുകച്ച് മാലകൾ വിധാനിച്ച ഒരു കിടക്കയിൽ ദൃഷ്ടദ്യുമ്നൻ സ്വൈര്യമായി കിടന്നുറങ്ങുകയായിരുന്നു. ദൃഷ്ടദ്യുമ്നനെ ഒറ്റ ചവിട്ടിന് അശ്വത്ഥമാവ് താഴേക്ക് കട്ടിലിൽ നിന്ന് താഴത്തേക്കിട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മർമ്മസ്ഥാനങ്ങളിൽ പെരുവിരൽ ഊന്നി അമർത്തി. ഇത്രയും ആയപ്പോൾ ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആചാര്യപുത്ര, അങ്ങ് എന്നെ ആയുധം കൊണ്ട് കൊന്നോളൂ. കാരണം ക്ഷത്രിയന്റെ നിയമം അനുസരിച്ച് ആയുധം കൊണ്ട് മരിച്ചാൽ അവന് മോക്ഷപ്രാപ്തിയുണ്ട്. എന്നാൽ ദൃഷ്ടദ്യുമ്നനെ അശ്വത്ഥമാവ് മർമ്മസ്ഥാനങ്ങളിൽ പെരുവിരൽ കൊണ്ട് ഊന്നി അമർത്തി ചവിട്ടിയാണ് കൊല്ലുന്നത്. ഇതിന്റെ കാരണം അശ്വത്ഥമാവ് തന്നെ പറയുന്നുണ്ട്. ഗുരുഘാതികൾക്കില്ല കുലപാംസന ലോകങ്ങൾ. ഗുരുവിനെ കൊന്നവന്, ആചാര്യനെ കൊന്നവന് സ്വർഗം കിട്ടേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛൻ നിന്റെ ഗുരുവുമായിരുന്നു, പാണ്ഡവരുടെ ഗുരുവുമായിരുന്നു. ലോകം അംഗീകരിച്ച ഒരു ധനുർവിദ്യ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനെ കൊന്നു. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തെ വെട്ടി നുറുക്കിക്കളഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനോട്, ആചാര്യനായവനോട്, ബ്രാഹ്മണനായവനോട് ഇങ്ങനെ ചെയ്ത ഘാതകനാണ് നീ, എൻ്റെ പിതാവിൻ്റെ ഘാതകനാണ് നീ. നിനക്ക് സ്വർഗം കിട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പെരുവിരൽ കൊണ്ട് മർമ്മസ്ഥാനങ്ങളിൽ അമർത്തി ചവിട്ടി കൊല്ലുന്നത്. നിനക്ക് സ്വർഗം കിട്ടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 2 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യം, പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? പാണ്ഡവർ നേടിയ വിജയം വല്ലപാടും നേടിയ വിജയമാണെന്ന് പറയുന്നതിൻ്റെ കാരണം അവർ ഭീഷ്മരെ വധിച്ചതും ദ്രോണരെ വധിച്ചതും കർണനെ വധിച്ചതും ദുര്യോധനനെ വധിച്ചതും ജയദ്രഥനെ വധിച്ചതും നിയമത്തിന് വിരുദ്ധമായിട്ടാണ്. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു മറു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ അഭിമന്യുവിനെ കൊന്നതും നിയമവിരുദ്ധമല്ലേ? ശരിയാണ്, അഭിമന്യുവിനെയും നിയമവിരുദ്ധമായിട്ടാണ് കൊന്നത്. പക്ഷേ അഭിമന്യുവിനെ നിയമവിരുദ്ധമായി കൊന്ന അന്ന് മുതലാണ് പാണ്ഡവർ അവരുടെ യുദ്ധധർമ്മം മാറ്റിയത്. യുദ്ധധർമ്മം മാറ്റാനുള്ള കാരണം അഭിമന്യുവിനെ ഒത്തിരി പേർ, കൗരവരായിട്ടുള്ള പലരും ചേർന്ന് ചതിയിലകപ്പെടുത്തി. അഭിമന്യുവിന്റെ ചുറ്റും നിരവധി കൗരവർ അഭിമന്യുവിനെ വളഞ്ഞ് അവനെ നിരായുധനാക്കിയ ശേഷം അവനെ കൊന്നുകളയുകയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ തങ്ങൾക്കും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്നായിരിക്കാം ഒരുപക്ഷെ പാണ്ഡവർ അന്നേരം ചിന്തിച്ചിട്ടുണ്ടാവുക. ജയദ്രഥനെ കൊല്ലുന്നത്, ജയദ്രഥനാണ് അഭിമന്യുവിന്റെ ശിരസ് വെട്ടിക്കളയുന്നത്, ശിരസ് വെട്ടിക്കൊല്ലുന്നത് ജയദ്രഥനാണ്. ജയദ്രഥൻ ദുശ്ശളയുടെ ഭർത്താവാണ്. ദുശ്ശളയുടെ ഭർത്താവും സിന്ധു രാജാവുമായ ജയദ്രഥൻ അഭിമന്യുവിന്റെ ശിരസ്സറുത്തു കൊന്നു. അഭിമന്യുവിനെ കൊന്നവനോട് താൻ പകരം ചോദിക്കും എന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തു. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞാൻ ജയദ്രഥനെ വധിക്കും, അഭിമന്യുവിന്റെ ഘാതകനെ ഞാൻ വധിക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണൻ ഉപേക്ഷിക്കും എന്ന ഒരു പ്രതിജ്ഞ അർജുനൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ അർജുനൻ പ്രതിജ്ഞയെടുത്ത കാര്യം കൗരവ ശിബിരങ്ങളിലും പാണ്ഡവ ശിബിരങ്ങളിലും എല്ലാവർക്കും അറിയാവുന്നതാണ്. പിറ്റേ ദിവസം ജയദ്രഥനെ ദുര്യോധനനും കൂട്ടരും ഒളിപ്പിച്ചു വെച്ചു. ജയദ്രഥനെ ഒളിപ്പിച്ചിട്ട് അന്ന് മുഴുവനും ജയദ്രഥനെ കണ്ടെത്താനായിട്ട് അർജുനന് സാധിച്ചില്ല. വൈകുന്നേരമായി തുടങ്ങി. സൂര്യാസ്തമയം വരെയേ യുദ്ധം നടക്കുകയുള്ളൂ. സൂര്യാസ്തമയത്തിന് മുൻപ് ജയദ്രഥനെ കണ്ടെത്തിയില്ലെങ്കിൽ അർജുനൻ പ്രാണൻ കളയും എന്നാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കൗരവർക്കിത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായി മാറി. കാരണം സൂര്യാസ്തമയം വരെയും ജയദ്രഥനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സൂര്യാസ്തമയം അടുത്തു തുടങ്ങുന്നു. അർജുനന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഒരുങ്ങി. അദ്ദേഹം തന്റെ ദിവ്യശക്തി കൊണ്ട് സൂര്യനെ മറച്ചതും ഭൂമിയിൽ അന്ധകാരം വീണു. എല്ലാവരും വിചാരിച്ചത് സൂര്യൻ അസ്തമിച്ചു. ഇനി അർജുനൻ തന്റെ വാക്ക് പാലിച്ചേ പറ്റൂ. അർജുനൻ ഇപ്പോൾ പ്രാണാഹൂതി ചെയ്യും. ഇതറിഞ്ഞ് കൗരവരും പാണ്ഡവരും ജയദ്രഥനും എല്ലാം ഒന്നിച്ചുകൂടി. ഈ അവസരത്തിൽ കൃഷ്ണൻ സൂര്യനെ മറച്ചിരുന്ന തൻ്റെ കൈ അവിടെ നിന്ന് പിൻവലിച്ചു. വീണ്ടും പ്രകാശം വരുന്നു. ജയദ്രഥനെ കൗരവർ വീണ്ടും ഒളിപ്പിക്കുന്നതിന് മുൻപായി അർജുനൻ ജയദ്രഥനെ വധിച്ചു. അപ്പോൾ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നതിൽ 3 പേരുടെ കഥ നാം കേട്ടുകഴിഞ്ഞു. ഭീഷ്മരെ വധിച്ചത്, ദ്രോണാചാര്യനെ വധിച്ചത്, ജയദ്രഥനെ വധിച്ചത്. ഇനി അടുത്ത വ്യക്തി കർണനാണ്. കർണൻ അർജുനനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ കർണന്റെ തേരിന്റെ ചക്രങ്ങൾ
ചെളിയിൽ പൂണ്ടുപോയി. തൻ്റെ തേരിൻ്റെ ചക്രങ്ങൾ മാറ്റിക്കോട്ടെ എന്ന് കർണൻ അർജുനനോട് ചോദിക്കുന്നുണ്ട്, യാചിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അർജുനൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അഭിമന്യുവിനോട് എന്ത് നീതിയാണ് കാണിച്ചത്? ഒരു നീതിയും അഭിമന്യുവിന് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തേരിൻ്റെ ചക്രങ്ങൾ തൽക്കാലം മാറ്റണ്ട. ഇത് പറഞ്ഞുകൊണ്ട് അർജുനൻ കർണനെ വധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മഹാരഥന്മാരിൽ ദ്രോണർ, ഭീഷ്മർ, കർണൻ, ജയദ്രഥൻ ഇത്രയും പേരെ ശരിയായ മാർഗത്തിലൂടെയല്ല പാണ്ഡവർ വധിച്ചത് എന്ന കാര്യം ഉറപ്പായി. ഇനി ദുര്യോധനനെ വധിക്കുന്നത്, ദുര്യോധനനെ യുദ്ധധർമ്മത്തിൻ്റെ മുറ തെറ്റിച്ചിട്ട് തന്നെയാണ് ദുര്യോധനനെ വധിക്കുന്നത്. 18 ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. 18ാമത്തെ ദിവസം അവശേഷിച്ച കൗരവനായിരുന്നു ദുര്യോധനനും ഭീമനും തമ്മിൽ അന്ന് ഗദായുദ്ധമാണ് നടക്കുന്നത്. ബലരാമന്റെ ശിഷ്യനായ ദുര്യോധനനാണ് ഭീമനേക്കാൾ ഗദായുദ്ധത്തിൽ മിടുക്കൻ, സമർത്ഥൻ. അതുകൊണ്ട് ദുര്യോധനന് യാതൊരു ശങ്കയുമില്ല, താൻ മരിച്ചു പോകും, താൻ അപമൃത്യു വരിക്കും എന്നുള്ള ഒരു ശങ്ക പോലും ദുര്യോധനനില്ല. കാരണം ദുര്യോധനനാണ് കൂടുതൽ സമർത്ഥൻ, ഭീമനേക്കാൾ സമർത്ഥൻ ദുര്യോധനനാണ് എന്ന് കേട്ടുകേൾവിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം ദുര്യോധനൻ ഭീമനെ നേരിട്ടു. പക്ഷേ മുറ തെറ്റിച്ച് യുദ്ധം ചെയ്ത് ഭീമൻ ദുര്യോധനനെ വീഴ്ത്തി, അവൻ്റെ തുടകൾ അടിച്ചു പൊട്ടിച്ചു. ഇപ്പോൾ നമ്മൾ 5 മഹാരഥന്മാരെ കണ്ടു കഴിഞ്ഞു. ഭീഷ്മർ, ദ്രോണൻ, കർണൻ, ദുര്യോധനൻ, ജയദ്രഥൻ. ഈ 5 പേരെയും ചതിയിലൂടെയാണ് വധിച്ചത്. ഇങ്ങനെ പല പല കാര്യങ്ങൾ പല സമയത്തായിട്ട് പാണ്ഡവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണന്മാരാർ പറയുന്നത്, എങ്ങനെയൊക്കെയോ നേടിയെടുത്ത ഒരു വിജയം സ്വന്തം സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം കഴിവുകൊണ്ടോ നേടിയെടുത്ത ഒരു യുദ്ധമല്ല. അത് മറ്റുള്ളവൻ്റെ എതിരാളിയുടെ ബലഹീനതയെ മുതലെടുത്തുകൊണ്ട് എതിരാളിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒക്കെ നേടിയെടുത്ത ഒരു വിജയമാണ് പാണ്ഡവരുടേത്. ഇതുകൊണ്ടാണ് പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ഭാഗത്ത് നിന്ന് 3 ചോദ്യങ്ങളാണ് നോക്കിയത്. ഒന്നാമത് എന്തായിരുന്നു? ധർമ്മയുദ്ധം. രണ്ടാമത്തെ ചോദ്യം പാണ്ഡവർ നേടിയ വിജയത്തെ എന്തുകൊണ്ടാണ് വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഗുരുഖാദികൾക്കില്ല കുലപാംസന ലോകങ്ങൾ. എന്താണ് ഈ വരികളുടെ അർത്ഥം? ഇത് ആരോട് പറയുന്നു? നമുക്കിനി അടുത്തതായി നോക്കേണ്ട ചോദ്യം, എന്താണ് ദുര്യോധനന്റെ സ്വഭാവം? പടക്കളത്തിൽ ദുര്യോധനൻ തുടച്ചതഞ്ഞു വീണ് മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പാപിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട് കൈ നിലത്തിക്കുരച്ചുകൊണ്ട് മുടിച്ചിന്നുമാറ് തലയാട്ടിക്കൊണ്ട് പല്ലുറുമിക്കൊണ്ടും പറഞ്ഞു, ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവർ ഒക്കെ ഉണ്ടായിരുന്നിട്ടും 11 അക്ഷൗഹിണി പട ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. കാലത്തെ ആർക്കും കവച്ച് കടക്കാവുന്നതല്ലോ. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഇതൊന്നും മാത്രമല്ല, പല കടുങ്കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും? ആരവരെ അനുമോദിക്കും? തുടച്ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിനേക്കാൾ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ? ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും സ്ത്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാൾ ഇത് ചെയ്യുന്നതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി, സുദുർലഭമായ മാനം നേടി, ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്നു കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്തു പോയ പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പമെത്താൻ വെക്കുകയാണ്. എൻ്റെ സഹോദരി ദുശ്ശള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചതുകൊണ്ട്
കരഞ്ഞ് കരഞ്ഞ് എന്താവുമോ ആവോ. മക്കളുടെയും എൻ്റെ മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോട് കൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ? തീർച്ചയായും ലക്ഷ്മണന്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ദുര്യോധനന്റെ സ്വഭാവം. ദുര്യോധനന്റെ സ്വഭാവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിന്റെ സ്ഥൈര്യത്തെക്കുറിച്ച്, സ്ഥിരതയെക്കുറിച്ച്. അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല. കുരുക്ഷേത്ര യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം എത്ര ധൈര്യവാനായിരുന്നു. ആ ധൈര്യം അദ്ദേഹത്തിന് മരണം വരെയും ഉണ്ട്. ഇതിനിടയ്ക്കാണ് കർണന്റെ ബലത്തിൽ വിശ്വസിച്ചിട്ടാണ് കർണൻ കൂടെയുള്ളപ്പോൾ, കർണന് ജന്മസിദ്ധമായി ഉള്ള ആ കവചകുണ്ടലങ്ങൾ ഉള്ളപ്പോൾ കർണന് യാതൊരു ആപത്തും സംഭവിക്കില്ല. കർണൻ ജീവിച്ചിരിക്കുന്ന പക്ഷം കൗരവർക്കും യാതൊരു ആപത്തും സംഭവിക്കില്ല എന്ന് ദുര്യോധനൻ വിശ്വസിച്ചു. ഈ വിശ്വാസമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെയെല്ലാം ധിക്കരിച്ച്, അച്ഛനെയും അമ്മയെയും വിതുരരെയും ഒക്കെ ധിക്കരിച്ച്, കൃഷ്ണനെയും ധിക്കരിച്ച് സന്ധിക്ക് പോകാതെ യുദ്ധത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കർണൻ ജീവിച്ചിരുന്നാൽ തൻ്റെ സൈന്യം ഒരിക്കലും തോൽക്കുകയില്ല എന്ന അമിതമായ വിശ്വാസമാണ്. പക്ഷേ കർണൻ മഹാഭാരത യുദ്ധത്തിന് മുൻപ് തന്നെ കർണനെ ദേവേന്ദ്രൻ സമീപിച്ച് കർണന്റെ ദാനശീലം മുതലെടുത്ത് അവൻ്റെ കവചകുണ്ടലങ്ങൾ കൈക്കലാക്കി. ഇനി കർണൻ ജീവിച്ചിരുന്നത് കൊണ്ട് ദുര്യോധനന് യാതൊരു പ്രയോജനവുമില്ല. കാരണം കർണന്റെ മരണം ഉറപ്പായി. കവചകുണ്ടലങ്ങൾ കയ്യിലുള്ളപ്പോൾ മാത്രമേ കർണനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവചകുണ്ടലങ്ങൾ അദ്ദേഹം ദാനം ചെയ്തു കഴിഞ്ഞു. പിന്നീടാണ് അറിയുന്നത് കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്താണ് നിലകൊള്ളുന്നത്. കാരണം കൃഷ്ണന് അമാനുഷികമായ കഴിവുകളുണ്ടെന്ന് അന്ന് കാലത്ത് ജീവിച്ചിരുന്ന എല്ലാവർക്കും അറിയാം. കൃഷ്ണന്റെ അമാനുഷിക കഴിവുകൾ ഓർത്തിട്ട് പോലും താൻ തീരുമാനിച്ച യുദ്ധത്തിൽ നിന്ന് യുധിഷ്ഠിരൻ പിന്മാറുന്നില്ല. ഇതാണ് അദ്ദേഹം സ്ഥിരതയുള്ള സ്വപ്രത്യയ സ്ഥൈര്യം എന്ന് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ദുര്യോധനന്റെ സ്വപ്രത്യയ സ്ഥൈര്യം, അദ്ദേഹത്തിന് ഉള്ള സ്ഥിരത, സ്ഥിരമായ സ്വഭാവം, മാറാത്ത സ്വഭാവം, അചഞ്ചലമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് അദ്ദേഹം. എന്തും സംഭവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം യുദ്ധരംഗത്ത് നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന് യുദ്ധത്തിൽ മരിക്കാൻ യാതൊരു ഭയവുമില്ല. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ തുടചതഞ്ഞു വീണ് കിടക്കുന്നത് എൻ്റെ കുറവ് കൊണ്ടല്ല, എൻ്റെ എതിരാളികളുടെ കുറവ് കൊണ്ടാണ്. എതിരാളികൾ കള്ള യുദ്ധം നടത്തുന്നത് അത് അവർ എന്നെ പേടിച്ചിട്ടാണ്. അവർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാത്ത പേടിത്തൊണ്ടന്മാരാണ് അവർ. എൻ്റെ എതിരാളികൾ എന്നോട് നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാത്തവരാണ്, ഭീരുക്കളാണ്. അല്ലെങ്കിൽ ഭീമന് ഒരു ചതിപ്രയോഗത്തിലൂടെ എന്നെ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ ഇപ്പോൾ ഈ സ്ഥിതിയിലാക്കി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് എൻ്റെ പോരായ്മ കൊണ്ടല്ല, എൻ്റെ എതിർപക്ഷത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്. രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അദ്ദേഹം പറയുകയാണ്, ഞാൻ മരിക്കുന്നത് എൻ്റെ പോരായ്മ കൊണ്ടല്ല, എൻ്റെ ശത്രുക്കളുടെ പോരായ്മ കൊണ്ടാണ്. പാപികളായ ശത്രുക്കൾ കള്ളത്തരം കൊണ്ട് എന്നെ തോൽപ്പിച്ചു, അതൊരിക്കലും എൻ്റെ പോരായ്മയാകുന്നില്ല. നാളെ ജനം എന്നെ വാഴ്ത്തും, ലോകർ എന്നെ വാഴ്ത്തും, എന്നിട്ട് പാണ്ഡവരുടെ കള്ളത്തരത്തെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കും. മൂന്നാമത്തെ ദുര്യോധനന്റെ സ്വഭാവമായി നമുക്ക് കാണാൻ കഴിയുന്നത്, അദ്ദേഹം രക്തബന്ധത്തെ അങ്ങേയറ്റം വിലമതിക്കുന്നവനായിരുന്നു ദുര്യോധനൻ. ഏതൊരു വിവാഹിതനായ മനുഷ്യനും ആദ്യം ഓർക്കുക, തൻ്റെ മരണസമയത്ത് ആദ്യം ഓർക്കുക തൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ചായിരിക്കും. എന്നാൽ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമുള്ള സ്ഥാനം സുരക്ഷിതമായിട്ട് നീക്കി വെച്ചിട്ടുള്ളപ്പോഴും അദ്ദേഹം തൻ്റെ പെങ്ങളെ ഓർക്കുന്നു. തൻ്റെ സഹോദരി ദുശ്ശള ഇനി എന്ത് ചെയ്യും എന്നോർത്ത് അദ്ദേഹം വിഷമിക്കുന്നു. തൻ്റെ അച്ഛനമ്മമാരുടെ ഗതി ഇനി എന്താകുമെന്നോർത്ത് അദ്ദേഹം വിഷമിക്കുന്നു. പിന്നീടാണ് അദ്ദേഹം തൻ്റെ ഭാര്യയെ ഓർക്കുന്നത്. ഭാര്യയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഭാര്യയോടുള്ള സ്നേഹത്തിൽ കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം മാറ്റിവെക്കേണ്ടതില്ലല്ലോ. കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹം ഒന്ന്, ഭാര്യയോടും മക്കളോടുമുള്ള സ്നേഹം മറ്റൊന്ന്. ഇതെല്ലാം അദ്ദേഹം തുല്യമായി ഓരോരുത്തർക്കും കിട്ടേണ്ട രീതിയിൽ അദ്ദേഹം അത് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ സഹോദരി ഇനി എന്ത് ചെയ്യും? അവളുടെ ഭർത്താവും മകനും മരിച്ചുപോയി, അവളുടെ 100 ആങ്ങളമാരും മരിച്ചുപോയി, അവൾ ഇനി എന്ത് ചെയ്യും? പിന്നീട് മറ്റൊരു കാര്യം,
തൻ്റെ അച്ഛനമ്മമാർ ഇനി എന്ത് ചെയ്യും? പക്ഷെ യുദ്ധധർമ്മം അറിയാവുന്നവരാണ് എൻ്റെ അച്ഛനമ്മമാർ. അവരോട് പറയണം, മരിക്കാൻ എനിക്ക് യാതൊരു ഭയവുമില്ല. അച്ഛനമ്മമാരോട് പറയുക, ഞാൻ യജ്ഞം ചെയ്തു. യജ്ഞം എന്ന വാക്കിന് യാഗം എന്ന അർത്ഥമുണ്ട്. പക്ഷേ ആ അർത്ഥത്തിലല്ല നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധം എന്ന അർത്ഥത്തിലാണ്. ഞാൻ യജ്ഞം ചെയ്തു, ഞാൻ യുദ്ധം ചെയ്തു, ഒത്തിരി രാജാക്കന്മാരെ കീഴടക്കി, അവരെയെല്ലാം എൻ്റെ സാമന്ത രാജാക്കന്മാരാക്കി മാറ്റി. ഞാൻ വളരെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിച്ചു. ഞാൻ വളരെ ഐശ്വര്യപൂർണമായി ജീവിച്ചു. ലക്ഷണമൊത്ത കുതിരകളിൽ ആർഭാടപൂർവ്വം ജീവിച്ചു. എന്നേക്കാൾ മിടുക്കനായി കേമനായിട്ട് ആരുണ്ട്? ആരാണ് എന്നേക്കാൾ കൂടുതൽ സുഖത്തിൽ ജീവിച്ചിട്ടുള്ളത്? അപ്പോൾ എൻ്റെ അച്ഛനമ്മമാരോട് പറയുക, മരിക്കാൻ എനിക്കൊരു ഭയവുമില്ല. ഒറ്റ ദുഃഖമേയുള്ളൂ, പാപികൾ കള്ളത്തരം കൊണ്ടാണ് എൻ്റെ മേൽ വിജയം നേടിയത്. പക്ഷേ എൻ്റെ അവകാശം, എൻ്റെ രാജപദവി, അത് ഞാൻ മരിച്ചതിന് ശേഷമേ മറ്റൊരാളിലേക്ക് പോകുന്നുള്ളൂ. എന്തുകൊണ്ടും സംതൃപ്തനാണ് ഞാൻ. കിട്ടിയ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ ധാരാളം യജ്ഞം ചെയ്തു, ധാരാളം യുദ്ധങ്ങൾ ചെയ്തു, ധാരാളം രാജാക്കന്മാരെ കീഴടക്കി, ഒത്തിരി ആർഭാട്ടപൂർണമായി ജീവിച്ചു. കൗരവ സദസ്സിൽ ഐശ്വര്യത്തോടും ശ്രീയോടും കൂടെ വിളങ്ങി. എന്നേക്കാൾ മികച്ച ഒരു അന്ത്യം വേറെ ആർക്കുണ്ട്? ഇതെല്ലാം എൻ്റെ അച്ഛനമ്മമാരോട് പറയുക. ഭാര്യയോടും മക്കളോടുമുള്ള പക്ഷപാതമല്ല, രക്തബന്ധത്തോടുള്ള അതിരുകവിഞ്ഞ ആ ഒരു താല്പര്യമാണ് അദ്ദേഹത്തിൽ പലപ്പോഴും കാണുന്നത്. അച്ഛൻ, അമ്മ, സഹോദരി, തൻ്റെ പ്രജകൾ അധർമ്മം ചെയ്ത പാണ്ഡവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചു പോകരുതേ. പ്രജാവത്സലനായിരുന്നു ദുര്യോധനൻ. അധർമ്മം ചെയ്ത പാണ്ഡവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചു പോകരുതേ എന്ന് തൻ്റെ പ്രജകളോടും കൗരവ പക്ഷത്ത് അവശേഷിച്ച ആ 3 പേരോടും, ആ 3 പേർ ആരെല്ലാമാണ്? കൃപർ, കൃതവർമാവ്, അശ്വത്ഥമാവ്. അപ്പോൾ തൻ്റെ പ്രജകളോടും തൻ്റെ ബന്ധുക്കളോടും അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്രോഡീകരിച്ച് പറയാം. എന്താണ് ദുര്യോധനൻ്റെ സ്വഭാവം? അദ്ദേഹം സ്ഥിരതയുള്ള സ്വഭാവക്കാരനാണ്. ഇതിന് ഉദാഹരണമായിട്ട് എഴുതാവുന്നത്, അദ്ദേഹം കൃഷ്ണൻ്റെ അമാനുഷിക ശക്തി അറിഞ്ഞിട്ടും കർണൻ തൻ്റെ എല്ലാമായ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തു എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിരതയുള്ള പ്രകൃതമാണ് കാണിക്കുന്നത്. രക്തബന്ധത്തോട് അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ് അദ്ദേഹം. തൻ്റെ സഹോദരി ദുശ്ശള എന്ത് ചെയ്യുമെന്ന് വേവലാതിപ്പെടുന്നു. തൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു. തൻ്റെ ഭാര്യയെയും മക്കളെയും അദ്ദേഹം ഓർമ്മിക്കുന്നു. ആരോടും പക്ഷപാതമില്ലാത്ത ഒരു സ്നേഹം കാണിക്കുന്നു അദ്ദേഹം. മൂന്നാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്, തൻ്റെ പ്രജകളോട് അദ്ദേഹം പറയുന്നു, അധർമ്മം ചെയ്തു പോയ ഈ പാണ്ഡവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുതേ എന്ന് പറയുന്നു. നാലാമത് അദ്ദേഹം പറയുന്നത്, ഞാൻ മരിക്കുന്നത് എൻ്റെ പോരായ്മ കൊണ്ടല്ല, എൻ്റെ ശത്രുക്കളുടെ കഴിവുകേട് കൊണ്ടാണ്. ഞാൻ ഭീരുവല്ല, അവരാണ് ഭീരുക്കൾ. ഭാഗ്യത്തിന് എൻ്റെ ഐശ്വര്യം അവരിലേക്ക് പോകുന്നത് എൻ്റെ മരണശേഷം മാത്രമാണ്. അഞ്ചാമത്തെ ദുര്യോധനൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്, അദ്ദേഹം കിട്ടിയ ജീവിതത്തിൽ അദ്ദേഹം വളരെ സംതൃപ്തനാണ്. മരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ ലക്ഷണമൊത്ത കുതിരകളിൽ സഞ്ചരിച്ചു, ആർഭാടകരമായി ജീവിച്ചു, കൗരവ സദസ്സിൽ ഞാൻ സ്ത്രീയോടും ഐശ്വര്യത്തോടും കൂടി വിളങ്ങി. എന്നേക്കാൾ മികച്ച അന്ത്യം ആർക്കുള്ളൂ? ഇങ്ങനെ ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. ഇത് കൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ, 3 ലോകത്തിലേക്കും പ്രസിദ്ധമായ സമന്ത പഞ്ചകം എന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കുരുക്ഷേത്രം എന്ന ഭൂമിയിൽ ആണ് ഞാൻ കിടന്നു മരിക്കുന്നത്. ആയുധം കൊണ്ടാണ് ഞാൻ കൊല്ലപ്പെടുന്നത്. പുണ്യമായ കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധം കൊണ്ട് മരിക്കുന്നവയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും, ഞാൻ സ്വർഗം നേടും. കാരണം ഞാൻ ആയുധം കൊണ്ടാണ് മരിക്കുന്നത്. ആയുധത്താൽ മരിച്ചാൽ ക്ഷത്രിയന് മോക്ഷപ്രാപ്തി അപ്പോൾ തന്നെ ലഭിക്കും എന്നാണ് ക്ഷത്രിയരുടെ നിയമം. ക്ഷത്രിയ ധർമ്മമാണ് അത്. മോക്ഷപ്രാപ്തി ലഭിക്കണമെങ്കിൽ അവൻ ആയുധത്താൽ മരിക്കണം. അപ്പോൾ ആയുധം കൊണ്ടാണ് ദുര്യോധനൻ മരിക്കുന്നത്. അത് മാത്രമല്ല, പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിലാണ് അദ്ദേഹം കിടന്നു മരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ലഭിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? അദ്ദേഹത്തിന് എല്ലാം ജീവിതകാലത്തും മരണത്തിലും അദ്ദേഹം നേടേണ്ടതെല്ലാം നേടിയെടുത്തു. ജീവിതകാലത്ത് ഐശ്വര്യത്തോടു കൂടി ജീവിച്ചു, മരണത്തിൽ ഇതാ അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തിയും ലഭിക്കുന്നു. ഇതിനേക്കാൾ മികച്ച അന്ത്യം ആർക്കുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അഭിമാനിക്കുകയാണ്. ഇതാണ് ഈ പോയിന്റുകളെല്ലാം ചേർത്ത് എഴുതിയാൽ എന്താണ് ദുര്യോധനൻ്റെ സ്വഭാവം എന്നതിനോട് നല്ല മികച്ച ഒരു ഉത്തരമായി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 72. അവർ കൃപ, കൃതവർമ്മ, അശ്വത്ഥമാക്കൾ 3 പേരും പാണ്ഡവരുടെ പാളയത്തിന് അടുത്തെത്തി.
കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണം എന്ന് പറഞ്ഞു കൃഷ്ണൻ അവരെയും സാത്വികിയെയും കൂട്ടി ഓഘവതി നദിയുടെ തീരത്തിൽ ചെന്നു നിന്നു. ദ്രൗണി ശിബിരദ്വാരത്തിൽ വച്ച് കൃതവർമ്മ അശ്വത്ഥമാക്കളോട് കൃതവർമാക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റയൊരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനും കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ട് അയാൾ ശിബിരത്തിലേക്ക് ചാടിക്കടന്നു. തനിക്ക് ആ സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. യുദ്ധശ്രാന്തനായ ദൃഷ്ടദ്യുമ്നൻ മാലകൾ വിധാനിച്ച് നറുമണം പുകച്ച അറയിൽ വെള്ളവിരിപ്പ് വിരിച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈര്യമായി കിടന്നുറങ്ങുകയാണ്. ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തി. ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ച് താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ദൃഷ്ടദ്യുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്യുമ്നൻ മാന്തി ഒഴിയാൻ ശ്രമിച്ചുകൊണ്ട് ഞെരങ്ങി. ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ. താമസിക്കേണ്ട മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. ഗുരുഘാതികൾക്ക് കുലമാംസനായ ലോകങ്ങളില്ല, ദ്രൗണി പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇത്രയും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി. കഥ കഴിഞ്ഞു. ദൃഷ്ടദ്യുമ്നന്റെ മരണഞെരുക്കം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. അവർ ആ ഞെക്കിക്കൊല കണ്ട് ചെകുത്താനാണ് എന്നുറപ്പിച്ച് നടുങ്ങി മിണ്ടാതെ കിടന്നതേയുള്ളൂ. ഈ പാഠഭാഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ദൃഷ്ടദ്യുമ്നനെ ദ്രൗണി എന്നാൽ അശ്വത്ഥമാവും, എന്തുകൊണ്ടാണ് ദൃഷ്ടദ്യുമ്നനെ ദ്രൗണി ആയുധം കൊണ്ട് വധിക്കാതെ മർമ്മസ്ഥാനങ്ങളിൽ പെരുവിരൽ കൊണ്ട് അമർത്തി ചവിട്ടി കൊന്നത്? ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതായത് ഗുരുവിനെ കൊന്ന നിനക്ക് സ്വർഗം ലഭിക്കേണ്ട എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ ആയുധം കൊണ്ട് മരിച്ചാൽ ക്ഷത്രിയന് മോക്ഷപ്രാപ്തി ഉണ്ടാവും. ഇവിടെ ഗുരുവിനെ, തൻ്റെ പിതാവിനെ, ബ്രാഹ്മണനായ തൻ്റെ പിതാവിനെ, അദ്ദേഹം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരു കൂടിയായിരുന്നു. ഇങ്ങനെയുള്ള എൻ്റെ പിതാവിനെ വധിച്ച നിനക്ക് ഒരിക്കലും മോക്ഷം കിട്ടാതെ പോകട്ടെ എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ദ്രൗണി ദൃഷ്ടദ്യുമ്നനെ മർമ്മസ്ഥാനങ്ങളിൽ ചവിട്ടി കൊന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ്രൗണി പിന്നെ പുറത്തു കടന്നു മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടിവരണേ എന്ന് നിലവിളി കൂട്ടി. കൂടാരങ്ങളിലാകെ ബഹളമായി. ദ്രൗണിയോ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു. തുടർന്ന് വാൾ ഊരിപ്പിടിച്ച് കൈക്കൽപ്പെട്ടവരെയെല്ലാം വെട്ടി വീഴ്ത്തുകയായി. അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി. അതുകൊണ്ട് ആളുകൾ അയാളെ രാക്ഷസനാണെന്ന് കരുതി കണ്ണു ചിമ്മി ദ്രൗപദിയുടെ 5 പുത്രന്മാർ മറ്റും എതിർത്തു നോക്കി. എന്നാൽ ദ്രൗണി അവരെയെല്ലാം വയറു പൊളിച്ചും കൈവെട്ടിയും തലയെരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു. ശിഖണ്ഡിയെ, ഭീഷ്മരുടെ എതിരാളിയെ, അമ്പയുടെ പുരുഷാവതാരത്തെ 3 തുണ്ടമാക്കി ഇട്ടു. ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും പായുകയായി. അവർക്ക് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല. ചിലർ നിലത്തു തന്നെ അമർന്നു കിടന്നു. അവരെ പകച്ചു പായുന്ന ആനകൾ ചവിട്ടിയരച്ചു. ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരമാകെ മുഴങ്ങി. ഇവിടെ പറയുന്നത് ശിബിരദ്വാരത്തിലേക്ക് ചെന്ന പാണ്ഡവർ തങ്ങളുടെ ശിബിരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. പാണ്ഡവർ യുദ്ധത്തിന്റെ ഒരു സമയത്ത് പകൽ യുദ്ധം മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ യുദ്ധം അവസാനിക്കാത്ത, യുദ്ധം നീണ്ടു പോകുന്ന അവസരത്തിൽ പാണ്ഡവർ രാത്രി കൂടെ യുദ്ധം ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രാത്രി യുദ്ധത്തിൽ മിടുക്കനായിരുന്നവനാണ് ഘടോൽഗജൻ. ഭീമന് ഹിഡിംബി എന്ന കാട്ടാളത്തിൽ ഉണ്ടായ മകനാണ് ഘടോൽഗജൻ. രാത്രി യുദ്ധത്തിൽ അവൻ ഒത്തിരി കൗരവരെ വധിച്ചു. കാരണം കാട്ടിൽ വളർന്ന കാട്ടാളത്തിയുടെ മകനായ ഘടോൽഗജൻ കാട്ടിലാണ് വളരുന്നത്. യുദ്ധസമയത്ത് തൻ്റെ പിതാവിൻ്റെ ഭീമന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഘടോൽഗജൻ വരുന്നത്. അപ്പോൾ രാത്രി യുദ്ധത്തിൽ നല്ല പരിചയമായിരുന്നു കാട്ടിൽ വളർന്ന ഘടോൽഗജനെ കർണൻ വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പാണ്ഡവപുത്രന്മാരിൽ ഒരാൾ ആ സമയത്ത് മരിച്ചു കഴിഞ്ഞു. ഘടോൽഗജൻ മരിച്ചു. അതുകൂടാതെ അഭിമന്യുവിനെ ജയദ്രഥൻ പത്മവ്യൂഹത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇനിയുള്ള പാണ്ഡവപുത്രന്മാരെ, പാഞ്ചാലിയുടെ 5 മക്കളുടെ പേര് പ്രതിവിന്ധ്യൻ, ശ്രുതസോമൻ, ശ്രുതകീർത്തി, ശതാനികൻ, ശ്രുതകർമാവ്. ഇങ്ങനെ പാഞ്ചാലിയുടെ 5 മക്കൾ. ഇതുകൂടാതെ ഭീമന് ബലന്ധരയിലുണ്ടായ ഒരു മകൻ സർവജൻ. ഇവരെല്ലാം
ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവരാരും മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു പോയിരുന്നില്ല. അവരെയെല്ലാം അശ്വത്ഥമാവ് വളരെ ക്രൂരമായിട്ട് നീചമായ രീതിയിൽ അവരെ വെട്ടി കൊലപ്പെടുത്തി കളഞ്ഞു. കാരണം പാണ്ഡവരിൽ ഇനി ആരും ശേഷിക്കരുത് എന്നാണ് അശ്വത്ഥമാവിൻ്റെ തങ്ങൾക്ക് കിട്ടാതെ പോയ, കൗരവർക്ക് കിട്ടാതെ പോയ ആ രാജ്യഭാരം, ആ രാജ്യഭരണം അത് പാണ്ഡവർക്കും ലഭിച്ചുകൂടാ. ഈ പാണ്ഡവർ 5 പേരോട് കൂടി അത് അവസാനിക്കണം, അവരുടെ മക്കളാരും ജീവിക്കരുത് എന്നാണ് അശ്വത്ഥമാവ് വിചാരിച്ചിരുന്നത്. അങ്ങനെ അശ്വത്ഥമാവ് ശിബിരത്തിൽ കൊലം നടത്തി. അയാളെ കണ്ടാൽ ഇപ്പോൾ ആരും പേടിച്ചു പോകും. അത്രത്തോളം ഭീകരമായി അയാളുടെ മുഖം, അയാളുടെ കൈപ്പത്തിയും വാളിന്റെ കൈപ്പിടിയും ചോര കൊണ്ട് ഒട്ടിച്ചേർന്നു പോയി എന്ന് പറയുന്നു. അയാളുടെ മുഖം അയാൾ കൊന്ന ആളുകളുടെ രക്തം തെറിച്ച് ഭീകരമായി. അയാളെ കണ്ടാൽ ഇപ്പോൾ സാത്താനാണോ പിശാചാണോ എന്ന് പോലും അവിടെയുള്ളവർ സംശയിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള ഒരു കൊടും ക്രൂരത കാട്ടിയ ശേഷം അശ്വത്ഥമാവിനെ ബോധിപ്പിക്കാനായിട്ട് വേണ്ടി, അശ്വത്ഥമാവ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത കാട്ടി നിൽക്കുകയാണ്. അശ്വത്ഥമാവിനെ ഒന്നുകൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിബിരദ്വാരത്തിൽ കാവൽ നിന്നിരുന്ന കൃതവർമാവും ആ ശിബിരത്തിന് തീ കൊളുത്തി. അങ്ങനെ ശിബിരത്തിൽ കിടന്നുറങ്ങിയിരുന്ന എല്ലാവരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ഇങ്ങനെ പാണ്ഡവരെയും പാഞ്ചാലരെയും ദ്രൗപദിയുടെ വീട്ടുകാരെയാണ്, ദ്രൗപദിയുടെ ആളുകളാണ് പാഞ്ചാലർ. ദ്രുപദന്റെ സേന, ദ്രുപദന്റെ നാട് ആണ് പാഞ്ചാലർ. അപ്പം അങ്ങനെ ആ പാഞ്ചാലരെയും ദ്രൗപദിയുടെ മക്കളെയും പാണ്ഡവരുടെ മറ്റു ബന്ധുക്കളെയും എല്ലാം അഗ്നിക്കിരയായും കൊന്നു. അവശേഷിച്ച 3 കൗരവർ പാഞ്ചാലരെയും ദ്രൗപദിയുടെ മക്കളെയും അല്ലെങ്കിൽ പാണ്ഡവപുത്രന്മാരെയും എല്ലാം വധിച്ചു കളഞ്ഞു. ഇങ്ങനെ വധിക്കാനുണ്ടായ കാരണം ഇനി പാണ്ഡവർ ഉണ്ടാകരുത്, പാണ്ഡവ വംശം ഇതോടുകൂടി പാണ്ഡവകുലം അറ്റുപോകണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പാണ്ഡവരുടെ മക്കൾ, പാഞ്ചാലർ, പാണ്ഡവരുടെ ബന്ധുക്കൾ എല്ലാം ഒന്നുകിൽ അശ്വത്ഥമാവിനാൽ മരണപ്പെട്ടു, അതല്ലെങ്കിൽ കൂടാരത്തിന് തീ കൊളുത്തിയപ്പോൾ അതിനുള്ളിൽ കിടന്ന് വെന്തു മരിച്ചു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പേജ് നമ്പർ 74. ഇങ്ങനെയാണ് മഹാഭാരതത്തിന്റെ പരിസമാപ്തി. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോട് തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാപതിയായ അശ്വത്ഥമാവ് നടത്തിയ ഈ പൈശാചികമായ കൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏതു യുദ്ധവും ഏതു പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കലാശം എന്നല്ലാതെ മറ്റെന്താവാം. ഈ യുദ്ധത്തിന്റെ ഒരു മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠന് വ്യാസൻ സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും വിരുദ്ധാർത്ഥമായ 2 പേരിട്ട് വ്യവഹരിച്ചതിലും ഈ ഒരാശയം ഉൾച്ചേർത്തിരിക്കുന്നു. അപ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിലെ എപ്പിക്കുകളെ പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് മനുഷ്യചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടത് എന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് എന്ന് നോക്കിയാലും, ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു. ഇവിടെ നിന്ന് നമുക്ക് 1-2 ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ് വ്യാസമഹർഷി ദുര്യോധനനെ സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും പേരിട്ട് വിളിക്കുന്നത്? സുയോധനൻ എന്നാണ് ജന്മന അവന്റെ ഓമന പേര്. ജനിച്ചപ്പോൾ തന്നെ ദുര്യോധനന് കൊടുത്ത പേര് സുയോധനൻ എന്നാണ്. സുയോധനൻ എന്ന വാക്കിന്റെ അർത്ഥം നന്നായി യുദ്ധം ചെയ്യുന്നവൻ എന്നാണ്. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സുയോധനൻ തന്നെ തന്റെ പേര് മാറ്റി ദുര്യോധനൻ എന്നാക്കി. കാരണം ആരാലും കീഴ്പ്പെടുത്താൻ പറ്റാത്തവൻ എന്നാക്കി മാറ്റി. ഇവിടെ വ്യാസമഹർഷി ചർച്ച ചെയ്യുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. പേര് മാറ്റിയാലും യുദ്ധം എന്തുമായിക്കോട്ടെ, അതൊരു ബഹളമായിക്കോട്ടെ, ലഹളയായിക്കോട്ടെ, സമരമായിക്കോട്ടെ, ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമായിക്കോട്ടെ, ഏത് രീതിയിലുള്ള യുദ്ധമായിക്കൊള്ളട്ടെ, യുദ്ധം വിനാശമേ വരുത്തിവെക്കൂ. യുദ്ധം വിനാശമല്ലാതെ യുദ്ധത്തിൽ നിന്ന് മറ്റൊന്നും കിട്ടാനില്ല. സമാധാനത്തിന്റെ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർ യുദ്ധത്തിന് പോകരുത്. ധർമ്മയുദ്ധമെന്നല്ല, ഏത് പേരിട്ട് വിളിച്ചാലും യുദ്ധത്തിന് ഒറ്റ അന്ത്യമേ ഉള്ളൂ. യുദ്ധത്തിന്റെ അവസാനം സംഭവിക്കുന്നത് വിനാശമാണ്. യുദ്ധം നാശകാരിയാണ്. യുദ്ധത്തിനെതിരെ അണിനിരക്കുകയാണ് വേണ്ടത്.
മഹാഭാരത യുദ്ധം നടന്ന കഥ മാത്രമല്ല, അത് നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ്. മഹാഭാരത യുദ്ധം ക്രിസ്തുവിന് മുൻപ് നടന്നിട്ടുള്ള യുദ്ധമാണ്. എങ്കിൽ പോലും ഇന്നും ലോകം യുദ്ധഭീഷണിയിലാണ്. അപ്പോൾ കൗരവ പാണ്ഡവരുടെ യുദ്ധം ഒരു തുടക്കമോ അവസാനമോ മാത്രമായിരുന്നില്ല. ആ തുടക്കം, ആ കൗരവർ തുടങ്ങി വെച്ച ആ യുദ്ധം, അതിനു മുൻപ് ഒത്തിരി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൗരവരുടെ യുദ്ധവും ഇനിയും അതിന്റെ പരമ്പര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, മത വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധം, ഇങ്ങനെ എത്രയെത്ര യുദ്ധങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വ്യാസമഹർഷി രചിച്ചത് ഒരു കഥ മാത്രമല്ല, അത് ചരിത്രം കൂടിയാണ്. ഈ ചരിത്രം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. ഭാരതം വെറും ഒരു കഥ മാത്രമല്ല, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് എന്നാണ് ഇവിടെ വ്യാസമഹർഷി പറയുന്നത്. ധൃതരാഷ്ട്രരുടെ മൂത്ത പുത്രന് വ്യാസമഹർഷി എന്തുകൊണ്ടാണ് ദുര്യോധനൻ എന്നും സുയോധനൻ എന്നും പേര് കൊടുത്തിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, മനുഷ്യചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടത്. ശരിയാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ യുദ്ധം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരുത്തുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഈ മഹാഭാരത കഥ വ്യാസമഹർഷി എഴുതിയിരിക്കുന്നത്. 35 ലക്ഷം ആളുകളോട് കൂടി തുടങ്ങിയ മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ, 18 ദിവസത്തിന് ശേഷം അവസാനിച്ചപ്പോൾ ശേഷിക്കപ്പെട്ടവർ, 18 ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ അവശേഷിക്കപ്പെട്ടത്, കൊല്ലപ്പെടാതെ അവശേഷിക്കപ്പെട്ടത് 10ഓളം ആളുകൾ മാത്രമായിരുന്നു. 5 പാണ്ഡവർ, കൃഷ്ണൻ, കൃപർ, കൃതവർമാവ്, അശ്വത്ഥമാവ് തുടങ്ങിയ 10ഓളം ആളുകളാണ്. അപ്പോൾ 35 ലക്ഷം പേർ, അതിൽ 10ഓളം ആളുകൾ മാത്രം രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം യുദ്ധത്തിൽ പൊലിഞ്ഞുപോയി. ഈ ഒരു യുദ്ധം നമുക്ക് ആവശ്യമുണ്ടോ? ഇനിയൊരു യുദ്ധം, ഇങ്ങനെ ഒരു യുദ്ധം നമുക്ക് ആവശ്യമുണ്ടോ? രാഷ്ട്രങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിൽ എല്ലാം യോജിപ്പും ഐക്യവും സഖ്യവും അല്ലേ വേണ്ടത്? ഇങ്ങനെ യുദ്ധം മനുഷ്യ ജീവിതത്തിൽ എത്ര ഭയങ്കരത വരുത്തി വെക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭാരതം എന്ന ഇതിഹാസം, മഹാഭാരതം എന്ന ഇതിഹാസം വ്യാസമഹർഷി രചിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഭാരതം നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ്. എന്താണ് ഇതിന്റെ കാരണം? അന്ന് തുടങ്ങി വെച്ച ആ യുദ്ധം, 2000 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച, BC യിൽ തുടങ്ങി വെച്ച ആ യുദ്ധം ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യനിന്ന് കുറച്ചുകൂടെ എളുപ്പത്തിൽ മറ്റ് ഒരു സ്വിച്ച് ഇട്ടാൽ ലോകം മുഴുവൻ തവിടുപൊടിയായി പോകുന്ന അത്രയ്ക്കും ഭയങ്കരമായ ആയുധങ്ങൾ, അണ്വായുധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഭാരതകഥ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 75. പ്രമാദം തന്നെ, പ്രമാദത്തിൽ കവിഞ്ഞ ഒരു കൊല ജീവിതത്തിലില്ല. സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വച്ച് മുങ്ങിപ്പോയി. മരിച്ചവരോ സ്വർഗത്തിലായി. ഇനി പാഞ്ചാലിയുടെ സ്ഥിതി എന്താവും? വൃദ്ധനായ അച്ഛനും സഹോദരന്മാരും മക്കളുമെല്ലാം മരിച്ചിട്ട് എല്ലാവരും ആ കൊലക്കളത്തിലെത്തി. ദ്രൗപദി മോഹാലസ്യപ്പെട്ട് വീണു. ഭീമസേനൻ ചെന്നു താങ്ങി. അവൾ സാനുജനായ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, ഭാഗ്യവശാൽ മക്കൾ ക്ഷത്രധർമ്മമനുസരിച്ച് വീണുപോയി എന്ന് വെച്ച് നിങ്ങൾക്ക് ഈ നേടിയ ഭൂമിയാകെ വാണുകൊള്ളാം. അർജുന, അങ്ങേക്ക് ഭൂമി മുഴുവൻ നേടി എന്ന് വെച്ച് അഭിമന്യുവിനെ മറക്കാം. എന്നോടുകൂടി എല്ലാം മറന്ന് സ്വസ്ഥമായിരിക്കാം. എന്നാൽ എനിക്കിത് പൊറുക്കാൻ വയ്യ. ആ പാപിയായ ദ്രൗണിയെ ഇന്ന് ചെന്ന് കൊന്നില്ലെങ്കിൽ ഞാനിവിടെ പ്രായോപവേശം കൊള്ളുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊള്ളുവിൻ. കാട് കയറി ദൂരത്തെങ്ങോ പോയ ദ്രൗണിയെ കണ്ടെത്തുക എളുപ്പമല്ലെന്നും മറ്റും പറഞ്ഞ് യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ ദ്രൗപദി പ്രതിജ്ഞ ചെയ്തു, ദ്രൗണിയുടെ ശിരസിൽ ഉള്ളതായി കേൾക്കുന്ന സഹജമായ ചൂടാമണി കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിൽ അണിഞ്ഞു കാണണം. ഞാൻ ജീവിക്കണമെങ്കിൽ. തൻ്റെ ആ നിശ്ചയം നിറവേറ്റാൻ അവൾ ഭീമനെ പ്രോത്സാഹിപ്പിച്ചു. ഭീമൻ വില്ലും അമ്പും എടുത്ത് തേരിലേറി നകുലനെ സാരഥിയായി പുറപ്പെടുകയും ചെയ്തു. ഇവിടെ കാണുന്നത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ആരാണ് പ്രായോപവേശം ചെയ്യും എന്ന് പറഞ്ഞത്? പ്രായോപവേശം എന്നാൽ മരിക്കുന്നതുവരെ ഉപവാസം അനുഷ്ഠിക്കുക. മരിക്കുന്നതുവരെ ഉപവാസം അനുഷ്ഠിക്കുക. അതിനിടയ്ക്ക് ഭക്ഷണം ആദ്യം ഉപേക്ഷിക്കും, പിന്നീട് ജലം ഉപേക്ഷിക്കും, പിന്നീട് ശ്വാസോച്ഛ്വാസം മാത്രമായിരിക്കും. ഇങ്ങനെ ഭക്ഷണം ഉപേക്ഷിച്ച് മരിക്കുന്നതുവരെ ഉപവാസം അനുഷ്ഠിക്കുന്നതിനെയാണ് പ്രായോപവേശം ചെയ്യുക എന്ന് പറയുന്നത്. ദ്രൗണിയെ കണ്ടെത്തിയില്ലെങ്കിൽ ദ്രൗണിയുടെ ശിരസിൽ
ജന്മസിദ്ധമായി അവന് ലഭിച്ച ആ ചൂടാരത്നം കൈവശപ്പെടുത്തിയില്ലെങ്കിൽ, ആ ചൂടാരത്നം കൊണ്ടുവന്ന് യുധിഷ്ഠിരന്റെ ശിരസിൽ അണിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും എന്ന് ദ്രൗപദി ഭീഷണിപ്പെടുത്തുകയാണ്. സ്ത്രീകൾ പലപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുള്ളവരാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു കളയും എന്ന്. അങ്ങനെ ദ്രൗപദിയുടെ ആ ഒരു സ്വഭാവം കൂടിയാണ് കാണുന്നത്. പിടിവാശിക്കാരിയാണ് ദ്രൗപദി. ഇതിന്റെ കൂടെ മറ്റൊരു ചോദ്യമുള്ളത് ഇതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രമാദം തന്നെ, പ്രമാദത്തിൽ കവിഞ്ഞ ഒരു കൊല ജീവിതത്തിലില്ല. സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി മരിച്ചവരോ സ്വർഗത്തിലായി. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അതായത് പാണ്ഡവർക്ക് അപ്രാപ്യമായിരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ജയിക്കുമോ തോൽക്കുമോ എന്ന് സംശയമുണ്ടായ ഒന്നായിരുന്നു മഹാഭാരത യുദ്ധം. ജയവും തോൽവിയും നമുക്ക് നേരത്തെ നിശ്ചയിക്കാൻ വയ്യ. അത് അവരുടെ ഭാഗ്യം അനുസരിച്ചോ അല്ലെങ്കിൽ ദൈവനിശ്ചയം അനുസരിച്ചോ ഒക്കെ ആയിരിക്കും ജയവും തോൽവിയും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാണ്ഡവർക്ക് തങ്ങളുടെ ജയവും തോൽവിയും നേരത്തെ പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം കൃഷ്ണൻ തങ്ങളുടെ പക്ഷത്താണ് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് മഹാഭാരത യുദ്ധം ജയിച്ചു വന്ന ഇവർ കടലിൽ നിന്ന് ഒരു കൈത്തോടും കടലും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കടലാണ് ഭയാനകത, കടലാണ് ഭീകരം. ഒരു കൈത്തോടും ഒരു കടലും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ കടലിലാണ് കൂടുതൽ ഭീകരത. കടലിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്ന ആളുകൾ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി മരിച്ചുപോയി എന്ന് പറയുന്നു. അതായത് തങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന, തങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്ന, അല്ലെങ്കിൽ വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മഹാഭാരത യുദ്ധം ഒരു കണക്കിന് വിജയിച്ചു. ഇപ്പോൾ ഇത് അതിനേക്കാൾ വലിയ ഒരു തകർച്ച സംഭവിച്ചിരിക്കുന്നു. തങ്ങളുടെ അനന്തരാവകാശികൾ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് വലിയ പ്രമാദം തന്നെ. ഇത് ഒരുതരം ഭ്രാന്തമായ അവസ്ഥയാണ്. കടലിൽ നിന്ന് മുത്തും പവിഴവും ചിപ്പിയും എല്ലാം വാരി വരുന്ന ആ ഒരു കച്ചവടക്കാർ ഇതാ കൈത്തോട്ടിൽ വെച്ച് സകല സമ്പാദ്യവും അവരുടെ മുങ്ങിപ്പോയി, മരിച്ചവരൊക്കെ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത്. ഇവിടെ മരിച്ചുപോയവരിൽ കൗരവരും ഉൾപ്പെടുന്നു. തങ്ങൾക്ക് രാജ്യം തരാനാവാതെ, തങ്ങൾക്ക് രാജ്യം നൽകാൻ മടിച്ചിട്ട് തങ്ങളോട് യുദ്ധം ചെയ്ത് മരിച്ചവർ നരകത്തിലേക്കല്ല പോയത്. അവർ അപ്പോൾ തന്നെ, ക്ഷത്രധർമ്മം അനുസരിച്ച് മരിച്ചുപോയവർ അപ്പോൾ തന്നെ സ്വർഗത്തിലെത്തി. എന്നാൽ പാണ്ഡവർ കഷ്ടപ്പെട്ട് മഹാഭാരത യുദ്ധം ജയിച്ചു. ഇനി മനസ്സമാധാനമായിട്ട് വാഴാൻ പറ്റത്തില്ല. കാരണം തങ്ങളുടെ അനന്തര അവകാശികൾ, പുത്രന്മാർ എല്ലാവരും മരിച്ചുപോയി. ഇനി ഈ വിജയത്തിൽ എന്താണൊരു ലാഭം? എന്താണ് ഇനിയുള്ളൊരു സന്തോഷം? തങ്ങളുടെ പുത്രന്മാർ എല്ലാം കൊല്ലപ്പെട്ടു പോയല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കടലിൽ നിന്ന് മുത്തും രത്നവും പവിഴവും ഒക്കെ വാരി വരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി. വിജയിക്കാൻ ബുദ്ധിമുട്ടുള്ള മഹാഭാരത യുദ്ധം വിജയിച്ചു വന്ന തങ്ങൾ ഇപ്പോൾ ഇതാ വലിയൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ മക്കളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല യുദ്ധത്തിൽ മരിച്ച സകല കൗരവർക്കും ആയുധം മൂലം മരിച്ചതുകൊണ്ട് അവർക്ക് മോക്ഷപ്രാപ്തിയും ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അശ്വത്ഥമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുന്ന കൃഷ്ണദ്വൈപായനന്റെ അടുത്തു ചെന്ന് കൂടിയിരിക്കുകയായിരുന്നു. വ്യാസമഹർഷിക്ക് കൃഷ്ണദ്വൈപായനൻ എന്ന് പേരിട്ടിരിക്കുന്നത് അദ്ദേഹം കൃഷ്ണവർണ്ണമുള്ളവനായിരുന്നു, ഇരുണ്ട നിറമുള്ളവനായിരുന്നു. ദ്വീപിൽ ജനിച്ചതുകൊണ്ടാണ് ദ്വൈപായനൻ എന്ന് പറയുന്നത്. കൃഷ്ണദ്വൈപായനൻ വ്യാസമഹർഷിയുടെ മറ്റൊരു പര്യായമാണ് കൃഷ്ണദ്വൈപായനൻ. അശ്വത്ഥമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ, ഭാഗീരഥി എന്ന് വെച്ചാൽ ഗംഗാ നദി തന്നെയാണ്. ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്ന അളകനന്ദയും ഭാഗീരഥിയും ഒന്നിച്ചു ചേർന്നിട്ടാണ് ഗംഗാ നദി ഉണ്ടാകുന്നത്. ഈ ഗംഗാ നദിയുടെ തീരത്താണ് വേദവ്യാസൻ ഇരിക്കുന്നത്. അപ്പോൾ ഗംഗാ തീരത്ത് വ്യാസനോട് കൂടി ഇരിക്കുകയായിരുന്നു അശ്വത്ഥമാവ്. അശ്വത്ഥമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുന്ന കൃഷ്ണദ്വൈപായനന്റെ അടുത്തു ചെന്നു. മേലാകെ നെയ്പുരുട്ടി കുശചീരങ്ങൾ ധരിച്ചിരിക്കുകയാണ് അയാൾ. വില്ലേന്തി കയർത്തു വരുന്ന ഭീമനെയും പിന്നാലെ കൃഷ്ണ യുധിഷ്ഠിരാദികളെയും കണ്ട് വ്യതിതനായി ആ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിപ്പാൻ ഉറച്ചു. ഇടം കൈകൊണ്ട് ഒരു പുൽക്കൊടിയെടുത്ത് ആ ദിവ്യാസ്ത്രം ആവാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞ് വിട്ടു. ആ പുൽക്കൊടിമേൽ 3 ലോകവും എരിക്കാൻ പോന്ന തീ ഉളവായി. ദ്രൗണിയുടെ ഭാവം ആദ്യമേ കണ്ടറിഞ്ഞ കൃഷ്ണൻ
അർജുനനോട് ദ്രോണർ ഉപദേശിച്ച അതേ അസ്ത്രം പ്രയോഗിപ്പാൻ സമയമായി എന്ന് പറഞ്ഞു. അർജുനൻ തേരിൽ നിന്നിറങ്ങി ആദ്യം ആചാര്യപുത്രനും പിന്നെ തനിക്കും സഹോദരന്മാർക്കും എല്ലാം സ്വസ്തി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഗുരുദേവന്മാരെ വന്ദിച്ച് അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം സങ്കല്പിച്ച് അത് പ്രയോഗിച്ച് അതും മറ്റേതുപോലെ കത്തിജ്വലിക്കുകയായി. ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും സർവഭൂതങ്ങളും പേടിച്ചിരണ്ടു. അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനും ആ അസ്ത്രങ്ങൾക്ക് നടുക്ക് മറ്റു രണ്ട് അഗ്നികളെ പോലെ വന്നു നിന്നു. അവർ പറഞ്ഞു പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരും ഈ ഒരസ്ത്രം മനുഷ്യരെ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങളെന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? അർജുനൻ അവരെ കണ്ട ഉടനെ തന്റെ അസ്ത്രത്തെ സത്വരം സംഹരിച്ചു. ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണം എന്ന് അപേക്ഷിച്ചു. ബ്രഹ്മതേജോഭവമായ ആ അസ്ത്രത്തെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചവനല്ലാതെ പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. അങ്ങനെ ചെയ്താൽ അത് അവന്റെയും കൂട്ടുകാരുടെയും തല തെറിപ്പിക്കുകയും അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിക്കാനാകാതെ കഴിവില്ലാതെ വാശി പിടിച്ചു നിൽക്കുകയായിരുന്നു. വ്യാസൻ പറഞ്ഞു, കുഞ്ഞെ, അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രം എയ്തത്. അസ്ത്രം കൊണ്ട് അടക്കാനാണ്. അയാൾ അത് പ്രതിസംഹരിക്കുകയും ചെയ്തു. ഈ ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ 12 കൊല്ലം മഴ പെയ്യുകയില്ല. അർജുനൻ അതറിഞ്ഞു പ്രതിസംഹരിച്ചു. നീയും ചെയ്യൂ, കോപമടക്കൂ. പാണ്ഡവർ നിരാമയരാവട്ടെ. നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്റെ പ്രാണൻ വിട്ടുതരൂ. ഇവിടെ നാം ചിന്തിക്കുന്നത് ഒന്ന്, എന്താണ് ചൂടാമണിയുടെ പ്രത്യേകത? ചൂടാമണി അശ്വത്ഥമാവിന് ജന്മനാൽ ലഭിച്ചിട്ടുള്ളതാണ്. അവന്റെ ദേഹത്തോട് ചേർന്നിരിക്കുന്നതാണ്. ശിരസിൽ അവൻ അണിഞ്ഞിരിക്കുന്നതാണ്. അവന്റെ ജന്മന ഈ ചൂടാമണി അവന്റെ കൂടെയുണ്ട്. കർണന് കവചവും കുണ്ടലവും ലഭിച്ചിട്ടുള്ളതുപോലെ ജന്മന അശ്വത്ഥമാവിന് ഈ ചൂടാമണിയുണ്ട്. ഈ ചൂടാമണി കൈവശം ഉള്ളിടത്തോളം ആർക്കും അശ്വത്ഥമാവിനെ കീഴടക്കുക സാധ്യമല്ല. ദേവന്മാർക്കോ മനുഷ്യർക്കോ അസുരന്മാർക്കോ നാഗങ്ങൾക്കോ മറ്റ് അപകടങ്ങൾക്കോ ഒന്നും അശ്വത്ഥമാവിന്റെ ദേഹത്ത് തൊടാൻ സാധ്യമല്ല. ഈ ഒരു ചൂടാമണി തനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു ചൂടാമണി കൊണ്ടുവന്ന് യുധിഷ്ഠിരന്റെ ശിരസിൽ അണിയണം എന്നാണ് ദ്രൗപദി വാശി പിടിച്ചിരിക്കുന്നത്. ഇവിടെ വ്യാസ മഹർഷിയും പറയുന്നു, നിന്റെ ചൂടാമണി അവർക്ക് കൊടുത്തേക്കുക, അല്ലെങ്കിൽ അവർ നിന്റെ ജീവനെ വിട്ടുതരില്ല. അവർ നിന്റെ പ്രാണനെ അവർ എടുക്കും. അപ്പൊ അതിനു മുൻപ് നീ നിന്റെ ചൂടാമണി അവർക്ക് കൊടുക്കുക. അപ്പോൾ ചൂടാമണി കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? എല്ലാ അപകടത്തിൽ നിന്നും അത് ചൂടിയിരിക്കുന്ന ആളെ എല്ലാ അപകടത്തിൽ നിന്നും, ആരുടെ ശിരസിലാണോ ചൂടാമണി അണിയിച്ചിട്ടുള്ളത് അവനെ എല്ലാ അപകടങ്ങളിൽ നിന്നും ചൂടാമണി കാത്തുകൊള്ളും. അത് മനുഷ്യരിൽ നിന്നുള്ളതായിക്കോട്ടെ, ദേവന്മാരിൽ നിന്നോ അസുരന്മാരിൽ നിന്നുള്ള ഉപദ്രവമാകട്ടെ, മറ്റ് ഇടജന്തുക്കളിൽ നിന്നോ മറ്റ് ജീവജാലങ്ങളിൽ നിന്നോ ഉള്ള അപകടമാകട്ടെ, ഈ ചൂടാമണിയുള്ളവന് ഒരു അപകടത്തെയും മരണത്തെ തന്നെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് ഒരു ചോദ്യം. ചൂടാമണിയുടെ പ്രത്യേകത എന്ത്? ആരുടെ കൈവശമാണ് അത് ഉണ്ടായിരുന്നത്? എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? അത് ആർക്കാണ് പിന്നീട് ലഭിച്ചത്? ആരാണ് ഇത് കൊടുക്കാൻ വേണ്ടി ഉപദേശിച്ചത്? എന്നൊക്കെയുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ചോദ്യം ഇവിടെയുള്ളത്, എന്താണ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം? നമ്മൾ പറയുകയുണ്ടായി, എന്താണ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിന്റെ പ്രത്യേകത? ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അർജുനൻ തന്നെ മുതലയിൽ നിന്ന് രക്ഷിച്ചപ്പോൾ ദ്രോണാചാര്യർ സന്തോഷപൂർവ്വം കൊടുത്തിട്ടുള്ള അസ്ത്രമാണ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം. ഈ അസ്ത്രം അശ്വത്ഥമാവിനും അറിയാമായിരുന്നു. ഈ അസ്ത്രം ഉപയോഗിക്കാൻ അറിയുന്ന മറ്റു 2 പേരാണ് ഭീഷ്മരും ദ്രോണരും. കർണനും ഇതിനെക്കുറിച്ച് അറിവുള്ളതാണ്. പക്ഷെ അവരാരും ഈ അസ്ത്രത്തെ ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് വ്യാസമഹർഷി ഇവിടെ പറയുന്നത്, സർവനാശകാരിയാണ് ഈ അസ്ത്രം. ഇത് വീണാൽ ആ രാഷ്ട്രത്തിൽ 12 വർഷം മഴ പെയ്യുകയില്ല. ജീവജാലങ്ങളെല്ലാം ചൂട് വർദ്ധിച്ച് ജീവജാലങ്ങൾ വെന്തുരുകി മരിച്ചു പോകും. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. ആ അസ്ത്രത്തെ പ്രതിസംഹരിക്കൂ. നിങ്ങളെക്കാൾ മുൻപ് പല മഹാരഥന്മാർക്കും ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ
അവരാരും സ്വന്തം ജീവനെ രക്ഷിക്കാനായിട്ട് ബ്രഹ്മശിരസ് തൊടുത്തു വിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും ഈ അസ്ത്രത്തെ പിൻവലിച്ചാലും എന്ന് വ്യാസമഹർഷിയും നാരദ മഹർഷിയും ഒന്നു ചേർന്ന് അർജുനനോടും അശ്വത്ഥമാവിനോടും പറയുന്നുണ്ട്. ബ്രഹ്മശിരസിന്റെ മറ്റൊരു പ്രത്യേകത, ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന ഒരസ്ത്രമുണ്ട്. ശ്രീരാമനും രാവണനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ശ്രീരാമന്റെ അനുജനായ ലക്ഷ്മണനെ രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടാണ് വധിക്കുന്നത്. പിന്നീട് മൃതസഞ്ജീവനി കൊടുത്ത് ലക്ഷ്മണകുമാരനെ പുനർജീവിപ്പിക്കുകയുണ്ടായി. ഈ ബ്രഹ്മാസ്ത്രത്തെക്കാൾ ഇരട്ടി, 2-3 ഇരട്ടി ശക്തിയുള്ളതാണ് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം. ബ്രഹ്മാവിൻ്റെ ശിരസ്സാണ് ഈ അസ്ത്രത്തിൻ്റെ 4 മുഖങ്ങളിലും കാണാനുള്ളത്. ബ്രഹ്മാവിൻ്റെ ശിരസ് പതിച്ച ഒരു അസ്ത്രമാണിത്. ഇത് മനുഷ്യന്റെ നേർ ഉപയോഗിക്കാനുള്ളതല്ല. മനുഷ്യനേക്കാൾ ഉപരിയായ മറ്റെന്തെങ്കിലും ആപത്ത് വരുമ്പോൾ മാത്രം എടുക്കാനുള്ളതാണ്. ഇത് കൊടുക്കുന്ന അവസരത്തിൽ തന്നെ ദ്രോണാചാര്യർ അർജുനനോട് പറഞ്ഞിട്ടുള്ളതാണ്, മനുഷ്യർ നിസ്സാരരാണ്, അവർക്കിത് താങ്ങാൻ സാധിക്കുകയില്ല. മനുഷ്യനേക്കാൾ വലിയ എന്തെങ്കിലും വിപത്ത് വരുമ്പോൾ മാത്രമേ നീ ഇത് ഉപയോഗിക്കാവൂ. പക്ഷെ ഇത് ആദ്യം ഉപയോഗിച്ചത് അർജുനനല്ല, ക്ഷിപ്രകോപിയായ അശ്വത്ഥമാവാണ്. അശ്വത്ഥമാവിന് താൻ ചെയ്ത അറുങ്കൊല പാണ്ഡവർ കണ്ടാൽ തന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് ബോധ്യം വന്നു. അരുങ്കൊല നടത്തുന്ന സമയത്ത് അയാൾ ഇതൊന്നും ആലോചിച്ചില്ല. ആ സമയത്ത് അയാൾക്ക് ക്രോധവും വാശിയുമായിരുന്നു. അപ്പോൾ അയാൾ യുദ്ധത്തിന്റെ ഈ അരുങ്കൊലയ്ക്ക് ശേഷമുണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് അരുങ്കൊലയുടെ അനന്തരഫലത്തെക്കുറിച്ച് അന്നേരം അയാൾ ആലോചിച്ചില്ല. അയാൾ ദേഷ്യത്തിന്, അയാളുടെ അന്നേരത്തെ ക്രോധത്തിന് അയാൾ തന്നെ കൊണ്ടാകുന്നതെല്ലാം ചെയ്തു തീർത്തു. പിന്നീട് അയാൾക്ക് ഭയമായി. പാണ്ഡവർ അറിഞ്ഞാൽ തന്നെ വെച്ചേക്കില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഓടി രക്ഷപ്പെടുകയാണ് വ്യാസമഹർഷിയുടെ അടുത്തേക്ക്. വ്യാസമഹർഷി അയാൾക്ക് അഭയം കൊടുത്തു. അവിടേക്ക് ദ്രൗപദിയുടെ നിർബന്ധപ്രകാരം കൃഷ്ണനും അർജുനനും യുധിഷ്ഠിരനും ഭീമനും നകുലനും എല്ലാം എത്തി. ഈ സമയത്ത് ഭയചകിതനായ അശ്വത്ഥമാവ് ഉടനെ തന്നെ പാണ്ഡവരെ വധിക്കാൻ വേണ്ടി ബ്രഹ്മശിരസ് എടുത്തു. പാണ്ഡവരുമായി ചോദ്യമോ വാഗ്വാദങ്ങളോ ഒന്നിനും നിൽക്കുന്നില്ല. ഉടനെ തന്നെ ബ്രഹ്മശിരസ് എടുത്ത് ക്ഷിപ്രകോപമാണ് കാണുന്നത്. പക, കോപം. പെട്ടെന്ന് തന്നെ ബ്രഹ്മശിരസ് തൊടുത്ത് ലോകത്തെ മുഴുവൻ ചുട്ട് കരിക്കാനാണ് അയാൾ തുനിയുന്നത്. ഇത്തരം സ്വഭാവമുള്ള പലരും നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആണവ പരീക്ഷണങ്ങൾ നടത്തി അതേത് സമയം ഏത് രാഷ്ട്രത്തിന്റെ മേലിലേക്ക് വർഷിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നവരൊക്കെ മറ്റ് അശ്വത്ഥമാക്കളാണ്, അശ്വത്ഥമാവിന്റെ പ്രതീകങ്ങളാണ്. ഇങ്ങനെ ബ്രഹ്മശിരസ് തൊടുത്തു വിടുമ്പോൾ അയാൾ പറയുന്നൊരു വാക്കുണ്ട്, പാണ്ഡവന്മാർ നശിക്കട്ടെ, ഇനി ഒരൊറ്റ പാണ്ഡവനും ജീവിച്ചിരിക്കരുത്. പാണ്ഡവരിനി അനിയന്മാരായ 5 പേർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരാൾ കൂടിയുണ്ട്, അതൊരു ഗർഭസ്ഥ ശിശുവാണ്. അത് അമ്മയുടെ വയറ്റിൽ കിടക്കുകയാണ്. അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും ഗർഭസ്ഥ ശിശുവായ അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും മകനായ ആ ഗർഭസ്ഥ ശിശു, അവൻ ആണ് പാണ്ഡവരുടെ അവസാനത്തെ കണ്ണി. അവനിലൂടെയാണ് ഇനി പാണ്ഡവർ ജീവിക്കാൻ പോകുന്നത്. പാണ്ഡവകുലം നിലനിൽക്കുന്നത് ഇനി ഉത്തരയുടെ മകനിലൂടെയാണ്, അഭിമന്യുവിൻ്റെ മകനിലൂടെയാണ്. ഉടനെ അശ്വത്ഥമാവ് പറഞ്ഞു, പാണ്ഡവായ നിങ്ങൾ 5 പേരും എന്തായാലും ഉടനെ മരിച്ചു പോകും. നിങ്ങൾക്ക് കുറച്ച് പ്രായമൊക്കെ ആയാലും. എന്നാൽ ഇനി ഒരുത്തൻ വരാനിരിക്കുന്നുണ്ട്. അവൻ ഇനി വളരരുത്. അവൻ ഇനി അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകരുത്. ഇത് ആലോചിച്ചുകൊണ്ട് വംശനാശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഗർഭത്തിലിരിക്കുന്ന ഒരു ശിശുവിൻ്റെ നേർക്ക് അശ്വത്ഥമാവ് അസ്ത്രം ഉപയോഗിക്കുന്നു. തനിക്ക് അതിനെ പ്രതിസംഹരിക്കാൻ കഴിവില്ല. അയാൾ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കാത്തവനാണ്. യുദ്ധത്തിന് മുൻപ് വ്രതം അനുഷ്ഠിച്ചിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകാറുള്ളത്. ഇങ്ങനെ വ്രതമെടുക്കാത്തവനാണ് അശ്വത്ഥമാവ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ബ്രഹ്മശിരസിനെ പ്രതിസംഹരിക്കാൻ, തിരിച്ചു പിടിക്കാൻ അയാൾക്ക് കഴിവില്ല. അങ്ങനെ തിരിച്ചു പിടിച്ചാൽ അത് അയാളുടെയും അയാളുടെ കൂട്ടുകാരുടെയും അയാളുടെ കൂട്ടരുടെയും തല തെറിപ്പിക്കും എന്നാണ് പാഠഭാഗത്ത് പറയുന്നത്. ഇങ്ങനെയുള്ള ബ്രഹ്മശിരസിനെ തിരിച്ചു പിടിക്കാൻ അയാൾ ഒരുങ്ങിയില്ല. അയാൾ പറഞ്ഞു, പാണ്ഡവരെ 5 പേരെയും ഞാൻ വെറുതെ വിട്ടേക്കാം.
കാരണം അവർക്ക് ഇപ്പം അല്പം പ്രായമൊക്കെയായി, ഇനി അവർ കൂടി വന്നാൽ എത്ര നാൾ ജീവിക്കും. പക്ഷെ എനിക്ക് ഈ പാണ്ഡവരെയല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് മറ്റൊരു പാണ്ഡവനെയാണ്. അതൊരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു ശിശുവാണ്. അവൻ മരിക്കട്ടെ. അവൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെ തിരിച്ചുവിട്ടു. ഇത് കണ്ട് ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലും വിടുന്നില്ല എന്ന് കണ്ട് കൃഷ്ണന് അത്രയേറെ ദേഷ്യം വന്നു, അത്രയേറെ കോപമുണ്ടായി. കൃഷ്ണൻ പറഞ്ഞു, ഉത്തരയുടെ ഗർഭസ്ഥ ശിശു മരിച്ചാലും ഞാൻ അവനെ പുനർജീവിപ്പിക്കും. അവൻ 60 കൊല്ലം ഭൂമി വാഴും. പാണ്ഡവർക്ക് ശേഷം അവൻ ഭൂമി ഭരിക്കും. അവൻ്റെ രാജ്യം സമ്പൽസമൃദ്ധമായിരിക്കും. അവൻ മഹാനായിത്തീരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു. ഉത്തര പ്രസവിച്ച കുഞ്ഞ് ചാപ്പിള്ളയായിരുന്നാലും കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഋഷികേശൻ, അതായത് ശ്രീകൃഷ്ണൻ, അവന് ജന്മം കൊടുത്തു. അവന് പുനർജീവൻ കൊടുത്തു. ഇങ്ങനെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ വലിയൊരു പരീക്ഷണം നേരിട്ടത് കൊണ്ടാണ് ഉത്തരയുടെ കുഞ്ഞിന്, അല്ലെങ്കിൽ അഭിമന്യുവിൻ്റെ മകന് പരീക്ഷിത്ത് എന്ന് പേരിട്ടത്. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ വലിയൊരു പരീക്ഷണം നേരിട്ടത് കൊണ്ടാണ് അഭിമന്യുവിൻ്റെ പുത്രന് പരീക്ഷിത്ത് എന്ന് പേരിടുന്നത്. ശ്രീകൃഷ്ണൻ തുടരുകയാണ്, നീ, അതായത് അശ്വത്ഥമാവ്, 3000 കൊല്ലം ഭൂമിയിൽ തെണ്ടി അലഞ്ഞു നടക്കും. നീ കാട് കയറും. നിന്നെ ഒരാളും കൂട്ടത്തിൽ ചേർക്കുകയില്ല. നിന്റെ മേൽ സകല വ്യാധികളും പിടിക്കും. സകല വ്യാധികളും പിടിച്ച് ചോരയും ജലവും ഒഴുകി നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. നിനക്കൊരു ശാന്തിയും ലഭിക്കുകയില്ല. ഇതിൻ്റെ അർത്ഥം പക കൊണ്ട് നടക്കുന്നവന് ജീവിതത്തിൽ ഒരു സമാധാനവും ലഭിക്കുകയില്ല. നമ്മുടെ ഇടയിലും ധാരാളം അശുദ്ധമാക്കളുണ്ട്. വിട്ടുകൊടുക്കാൻ പറ്റാത്തവർ, ക്ഷമിക്കാൻ പറ്റാത്തവർ, കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്നവർ, കുഞ്ഞുങ്ങളെ, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, അണുബോംബ് ഇട്ട് ഒരു രാജ്യത്തെയും അതിൻ്റെ വരും തലമുറകളെയും മുഴുവൻ നശിപ്പിക്കുന്നവർ, ഇവരൊക്കെ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും എന്ന് കൃഷ്ണൻ നേരത്തെ മഹാഭാരതത്തിലൂടെ പ്രവചിക്കുകയായിരുന്നു. ഈ പക ഇവിടെ അവസാനിക്കുന്നില്ല. പക ഒരിക്കലും അവസാനിക്കുന്നില്ല. പക ഒരിക്കലും അവസാനിക്കാത്തൊരു വികാരമാണ്. എത്ര കാലം മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ അത്ര കാലം പകയും നിലനിൽക്കും എന്ന് നേരത്തെ പറയുകയാണ് കൃഷ്ണൻ. നീ പകയുടെ പ്രതീകമായിട്ട് ഭൂമിയിൽ ജീവിക്കും. പകയുള്ളവനെല്ലാം അശുദ്ധമാവിൻ്റെ പ്രതീകമാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്. മഹാഭാരതത്തിൽ ഭൂമിയിൽ ആരെയെങ്കിലും ശപിക്കപ്പെട്ടവനെന്ന് വിളിക്കാമോ? അങ്ങനെയുണ്ടെങ്കിൽ അത് അശുദ്ധമാവിനെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാഠം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം പക ഒരിക്കലും നല്ലൊരു വികാരമല്ല. പക മനുഷ്യനുള്ളിടത്തോളം കാലം പക ഭൂമിയിൽ നിലനിൽക്കും. പകയാണ് അണുബോംബ് വരെ പ്രയോഗിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്, ചിന്തിപ്പിക്കുന്നത്. ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യത്തോടുകൂടി ജനിക്കുന്നു. അവരെല്ലാം പരീക്ഷത്തിൻ്റെ പ്രതീകങ്ങളാണ്. അണുവിസ്ഫോടനം കൊണ്ട് അംഗവൈകല്യം സംഭവിച്ച എല്ലാ കുട്ടികളും പരീക്ഷത്തിൻ്റെ പ്രതിച്ഛായകളാണ്. ഇങ്ങനെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഈ ഭാഗത്തിലൂടെ വ്യാസമഹർഷിയും അതേ തുടർന്ന് കുട്ടികൃഷ്ണമാരാരും നമ്മളോട് പറയും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പേജ് നമ്പർ 77. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെ പറ്റിയും പറയാമെങ്കിൽ അത് അശ്വത്ഥമാവിനെ പറ്റിയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജന പ്രദേശങ്ങളിലും കൊടും കാടുകളിലും തെണ്ടി അലയുന്ന, അഥവാ ഭഗവാൻ കൃഷ്ണ ദ്വൈപായനോടൊപ്പം സർവ മനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷ മത്സരങ്ങൾ ആഘാത പ്രത്യാഘാത രൂപേണ വളർന്ന് കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ചു തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി വിട്ടം കൂടി തനിക്കുള്ള അനർഘമായ രത്നം പോയാലും എതിരാളിക്ക് മൂലോച്ഛേദം വരുത്തിയേ തീരൂ എന്ന് വാശിയായി വേരുറയ്ക്കുന്ന ആ പക എന്ന് പറയുന്ന മനുഷ്യ ശാപമുണ്ടല്ലോ, അതിൻ്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈ ചെറുത്താൻ. അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിച്ചതിന് അർത്ഥം. ഇവിടെ താൻ കാട് കയറുന്നതിന് മുൻപ് അശ്വത്ഥമാവ് വ്യാസമഹർഷിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാനും അങ്ങയുടെ കൂടെ മനുഷ്യ മനസ്സുകളിൽ കുടിയിരുന്നു കൊള്ളട്ടെ. ഞാനും ചിരഞ്ജീവിയായി മനുഷ്യന്റെ മനസ്സിൽ കുടിയിരിക്കട്ടെ. അദ്ദേഹം അത് സമ്മതിക്കുന്നു.
ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്ര കാലവും പകയും ജീവിച്ചിരിക്കും. ചിരം ജീവി എന്ന വാക്കിൻ്റെ അർത്ഥം ചിരം ജീവിക്കുന്ന ആൾ. നമ്മുടെ പുരാണങ്ങളിൽ പല ചിരഞ്ജീവികളുണ്ട്. വേദവ്യാസൻ ചിരഞ്ജീവിയാണ്, മഹാബലി ചിരഞ്ജീവിയാണ്, അശ്വത്ഥമാവ് ചിരഞ്ജീവിയാണ്. ഇവരെല്ലാം ഓരോ സ്വഭാവത്തെ കാണിക്കുന്നത്. മഹാബലിയുടെ നന്മ, വേദവ്യാസന്റെ കാരുണ്യം, അശ്വത്ഥമാവിൻ്റെ പക, ഇത്തരം വികാരങ്ങൾ ചിരഞ്ജീവികളാണ്. സ്നേഹവും നന്മയും പകയും ക്രോധവും കരുണയും എല്ലാം ജീവിച്ചിരിക്കും. വികാരങ്ങളെല്ലാം ചിരഞ്ജീവികളാണ്. അശ്വത്ഥമാവിനെ ചിരഞ്ജീവിയായി വ്യാസമഹർഷി കാണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം അശ്വത്ഥമാവ് ചിരഞ്ജീവിക്കുന്നു, അശ്വത്ഥമാവ് പക എന്ന വികാരമായി മനുഷ്യരുടെ ഉള്ളിൽ ചിരഞ്ജീവിക്കുന്നു. അപ്പോൾ അശ്വത്ഥമാവിനെ ചിരഞ്ജീവിയായി പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ എത്ര കാലം നിലനിന്നാലും അത്രയും കാലം പക അവൻ്റെ കൂടെ ഉണ്ടാകും. പകയില്ലെങ്കിൽ പിന്നെ ഭൂമിയിലെ ജീവിതം എത്ര സുന്ദരമാണ്. ഇക്കാലം അത്രയും മനുഷ്യൻ്റെ കൂടെ പകയുണ്ട്, ഇനിയുള്ള കാലവും ഉണ്ടാകും. അതുകൊണ്ട് ഭൂമിയിലെ ജീവിതം അത്ര സുഖകരമാകാനൊന്നും പോകുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രീ എന്ന പോലെ ജ്യേഷ്ഠയെയും ഭഗവതിയായി കണ്ട ആർഷ സംസ്കാരം വ്യാസനെ എന്ന പോലെ അശ്വത്ഥമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല. ഇവിടെ പറയുന്നത് ശ്രീ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി, ജ്യേഷ്ഠ എന്ന് വെച്ചാൽ ചേട്ട, മുഷാട്ട, അസത്ത് എന്നൊക്കെ നമ്മൾ പറയും. ചേട്ടാ ഭഗവതി എന്നാണ് പറയുക. പണ്ട് കാലത്ത് ഓണത്തിന് ഒരു മാസം മുൻപേ ചേട്ടയെ പുറത്താക്കുക എന്നൊരു കർമ്മമുണ്ടായിരുന്നു. വീടെല്ലാം അടിച്ച് തുടച്ച് ചാണകം മെഴുകി വീട്ടിൽ ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും, പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങളോ പ്ലാസ്റ്റിക്കോ എന്ന് വേണ്ട വീട്ടിൽ ഉപയോഗശൂന്യമായ എല്ലാ വസ്തുക്കളും ഒരു കുട്ടയിൽ ശേഖരിച്ച് വീട്ടിലുള്ള പ്രായത്തിന് മൂത്ത ഒരു സ്ത്രീ അവയെല്ലാം ഒരു കുട്ടയിൽ ശേഖരിച്ച് വീടിൻ്റെ പുറത്ത് ഒരു ദിക്കിൽ കൊണ്ടുപോയി കളയും. ഇങ്ങനെ കളയുമ്പോൾ പറയുന്നത് ചേട്ടയെ പോ എന്നാണ്. വീട്ടിൽ നിന്നുള്ള ചേട്ടയെല്ലാം, വീട്ടിലുള്ള അശുദ്ധമായിട്ടുള്ളതെല്ലാം പുറത്താക്കി വീട്ടിലേക്ക് ലക്ഷ്മിയെ കയറ്റുന്നു. ഇവിടെ ചേട്ടയെയും ഭഗവതിയായി കാണുകയാണ് നമ്മൾ. ചേട്ടാ ഭഗവതി എന്നാണ് പറയുന്നത്. ലക്ഷ്മി ഭഗവതി, ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് പോലെ ചേട്ടയെ ചേട്ടാ ഭഗവതി എന്ന് പറയുന്നു. കാരണം നാം ആർഷ സംസ്കാരത്തിൻ്റെ പിൻഗാമികളാണ്. ആർഷം എന്ന വാക്കിൻ്റെ അർത്ഥം മഹർഷി എന്നാണ്. മഹർഷിമാരാൽ പറഞ്ഞ് തരപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ അനന്തര അവകാശികളാണ് നാം. മഹർഷിമാർ പറഞ്ഞു തന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അവർ മഹർഷിമാർ നമ്മുടെ ജീവൻ്റെ രണ്ട് വശമായിട്ടാണ് ലക്ഷ്മിയെയും ചേട്ടയെയും കാണുന്നത്. സാധാരണ വീടുകളിലൊക്കെ ഇത് അന്ധവിശ്വാസം എന്നും പറയാറുണ്ട്. സാധാരണ വീടുകളിലൊക്കെ കുട്ടികൾ കുളിച്ചു കഴിയുമ്പോൾ പറയും ആദ്യം തന്നെ പുറമാണ് തുടയ്ക്കേണ്ടത്. കാരണം കുളി കഴിയുമ്പോൾ പുറത്ത് ചേട്ടാ ഭഗവതിയും നെഞ്ചിൽ ലക്ഷ്മിയും കയറിയിരിക്കും. അതുകൊണ്ട് ആദ്യം തുടച്ചു കളയേണ്ടത് ചേട്ടയെയാണ്. ചേട്ടാ ഭഗവതിയെ തുടച്ചു കളയാൻ ലക്ഷ്മി കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് വേണം ശരീരത്തിൻ്റെ മുൻഭാഗം തുടയ്ക്കാൻ. ഇതിൻ്റെയൊക്കെ അർത്ഥം ചേട്ടയെയും നമ്മൾ ഭഗവതിയായി കാണുന്നു. ചേട്ട ചീത്തയാണ്, അതുകൊണ്ട് ചേട്ട ഭഗവതി അല്ല എന്നല്ല പറയുന്നത്. ചേട്ട അസത്താണ്, ചെറുത്താനാണ് എന്ന സങ്കല്പമല്ല പറയുന്നത്. ചേട്ടയെയും ബഹുമാനിക്കുന്നു, എന്തിനേയും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്, ആർഷ ഭാരത സംസ്കാരം. നമ്മുടെ ജീവിതത്തിന് നല്ല വശവും ചീത്തവശവും ഉണ്ട്. മഹാഭാരത യുദ്ധത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് അത് വരുത്തിവെച്ച വിനാശം, ഒന്ന് ധർമ്മത്തിൻ്റെ ജയം. ഇങ്ങനെ എന്ത് കാര്യം എടുത്താലും അതിന് രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങളുണ്ട് എന്ന് കാണിച്ചു തരികയാണ് ജ്യേഷ്ഠയെയും ഭഗവതിയായി കാണുന്നു എന്ന് പറയുന്നതിലൂടെ. ഒരു മനുഷ്യൻ, ദുര്യോധനൻ്റെ ജീവിതത്തിലും അവന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, പാണ്ഡവരോട് ക്രൂരത കാട്ടിയ അതേ ദുര്യോധനനാണ് തൻ്റെ പ്രജകളോടും മാതാപിതാക്കളോടും സഹോദരിയോടുമൊക്കെ ദയവ് കാണിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവം ക്രൂരതയല്ല. ഒരു ക്രൂരൻ്റെ ഉള്ളിലും നന്മയുണ്ട്. ഒരു ജീവിതത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒരു ദിവസത്തിന് 2 ദിവസങ്ങൾ, രാവും പകലും ഉള്ളതാണ് ദിവസം. നന്മയും തിന്മയും ഉള്ളതാണ് ജീവിതം. ചേട്ടയും
ശ്രീയും ഉള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ മഹാഭാരത യുദ്ധത്തിലൂടെ കവി വ്യാസ മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്യാം. ഒന്നാമത്തേത്, എന്താണ് ധർമ്മയുദ്ധം? രണ്ടാമത്തെ ചോദ്യം, പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മൂന്നാമത്തേത്, ഗുരുഖാദികൾക്കില്ല കുലപാംസനായ ലോകങ്ങൾ എന്ന് അശ്വത്ഥമാവ് ദൃഷ്ടദ്യുമ്നനോട് പറയാൻ കാരണമെന്ത്? നാലാമത്തെ ചോദ്യം, എന്താണ് ദുര്യോധനൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത? അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് താൻ ശാശ്വത ലോകങ്ങൾ നേടും എന്ന് ദുര്യോധനൻ പറയുന്നത്? അടുത്ത ചോദ്യം, എന്താണ് സ്യമന്തപഞ്ചകത്തിൻ്റെ പ്രത്യേകത എന്ത്? ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ത്? എന്തുകൊണ്ടാണ് ചേട്ടയെയും ഭഗവതിയായിട്ട് നാം കാണുന്നത്? മറ്റൊരു ചോദ്യമാണ്, ചൂടാമണിയുടെ പ്രത്യേകത എന്ത്? പ്രായോഗവേശം എന്നാൽ എന്ത്? എന്തുകൊണ്ടാണ് പരീക്ഷത്തിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത്? ആരൊക്കെയാണ് പാണ്ഡവരുടെ മക്കൾ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.